ാണ് കേട്ടോ. ഈ രാജ്യത്തുള്ള ആളുകൾ ഇത് കേൾക്കുന്നില്ലേ? ഇത്ര വൃത്തികെട്ട സംസ്കാരം തെറ്റിദ്ധരിപ്പിച്ച് ആളുകളെ തമ്മിലടിപ്പിച്ച് രക്തം കുടിക്കുന്ന ആ നിലക്കുള്ള ഒരു സ്വഭാവം, ഈ സംസ്കാരം, ഇതൊക്കെയാണോ നിങ്ങളുടെ സംസ്കാരം? തീർന്നിട്ടില്ല കേട്ടോ. ഈ സംസ്കാരത്തിന്റെയൊക്കെ നേതാവില്ലേ, ഇതിന്റെയൊക്കെ സാരഥിയില്ലേ? ആ സാരഥിയെ സംബന്ധിച്ച് ആരാണ് പറയുന്നത്? അതാ പുറത്തെ റഹ്മത്തുള്ള ഖാസിമി എന്ന് പറയട്ടെ, അതും കൂടി കേൾപ്പിക്കട്ടെ. നിങ്ങളുടെ സംസ്കാരം. എന്റെ വീട്ടിലേക്ക് കാളങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഞാൻ ഒരാൾ പ്രസംഗിക്കാം. അമേരിക്കയിൽ വൈറ്റ് ഹൌസ് മുതൽ അഹമ്മദാബാദ് വരെ ഉസ്താദ് എന്നാൽ മനസ്സിലാവുക, ഉസ്താദ് എന്നാൽ മനുഷ്യന്മാർ മനസ്സിലാക്കുക ഒരാളെ പറ്റി മാത്രമാണ്. ചേളാരി കാലിച്ചന്തയിൽ നടക്കുന്ന ആർക്കെങ്കിലും ഇതിന് യോഗ്യത ഉണ്ടായിട്ടുണ്ടോ? ആ യോഗ്യത സമസ്തക്ക് വേണ്ട. ആ യോഗ്യത സമസ്തക്ക് വേണ്ട. ഈ വൈറ്റ് ഹൌസിലും അഹമ്മദാബാദിലും കൂടെ ഇതിനേക്കാൾ അറിയുന്ന വേറൊരാളുണ്ട്, വീരപ്പൻ. കണ്ടോ, അപ്പൊ കൊടുത്ത പേര് കേട്ടില്ലേ? ഞാനെന്താ പറഞ്ഞത്? ഇത് കേൾക്കുന്ന എസ്കെക്കാരൊരു കാര്യം മനസ്സിലാക്കണം. SKSSFകാരൻ ഇത് കേൾക്കുന്നില്ലേ? നിങ്ങളെ ഹോജ നേതാവായി പ്രസംഗിച്ചത് വേറൊരാളെ പറ്റി, വീരപ്പൻ. മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങള്? നിങ്ങൾ നാടൊട്ടാകെ ഈ പ്രദേശത്ത് നാദാപുരത്ത് വരുന്ന ആളുകൾക്ക് വായിക്കാൻ വേണ്ടി ഒരു ബോർഡ് നോക്കിയിട്ടില്ലേ? സലഫികളോട് ഉപദേശം എന്ന് പറഞ്ഞിട്ട് വ്യക്തിപരമായ വിദ്വേഷം, വ്യക്തിപരമായ വിമർശനങ്ങൾ ഇസ്ലാമികമല്ല എന്നൊരു ഉപദേശത്തിന്റെ ബോർഡ് നോക്കിയിട്ടില്ലേ? കൊണ്ടുപോയി തൂക്കടോ റഹ്മത്തുള്ള ഖാസിമിയുടെ വീടിന്റെ മുമ്പിൽ കൊണ്ടുപോയി തൂക്ക്. അതാ നിങ്ങൾക്ക് നല്ലത്. ഞങ്ങളോട് നിങ്ങൾ സംസ്കാരം പഠിപ്പിക്കാൻ വരണ്ട. നിങ്ങളുടെയൊക്കെ സംസ്കാരത്തിന്റെ ഏതറ്റവും മനസ്സിലാക്കിയിട്ടുള്ള വിനീതരായ പ്രവർത്തകന്മാരാ ഞങ്ങളൊക്കെ. നിങ്ങളുടെ സംസ്കാരത്തിന്റെ തത്വോപദേശമൊന്നും ഞങ്ങളോട് വേണ്ട. SKക്കാരാ, ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഞങ്ങളോട് സംസ്കാരമോതാൻ വരികയോ? അതുകൊണ്ടാണ് നിങ്ങൾക്കും തന്നത്. തീർന്നില്ല. നിങ്ങളുടെ സംസ്കാരം ഇനിയും അറിയണ്ടേ? എന്തേ ഖുർആനിനെ പറ്റി അങ്ങനെ? ഇനിയോ ഈ സഖാഫത്തിന്റെ ആളുകളുടെ സഖാഫി സംസ്കാരം എന്നറിയണ്ടേ? മറ്റൊരു കാര്യം കൂടി വേറൊരാൾ പറയുന്നുണ്ട്. അതെന്താ? ലോകത്ത് എവിടെയും നിങ്ങൾ അള്ളാന്റെ പള്ളി എന്നല്ലേ കേട്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ മുജാഹിദ് പള്ളി എന്നൊക്കെ പറയാറുണ്ട്. പലിശ പള്ളി നിങ്ങളൊരു പള്ളിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ അത്ഭുതവും ഇതാ കേൾപ്പിക്കുന്നു, കേട്ടോളൂ. ഗൂഡല്ലൂരിൽ നിന്ന് മൈസൂരിലേക്ക് പോകുമ്പോ നമുക്കൊരു പള്ളി കാണാം. എന്റെ ഒരു സുഹൃത്ത് ഞാൻ പോകുന്ന സമയത്ത് ചൂണ്ടിക്കാണിച്ചു തന്ന ഗൂഡല്ലൂർക്കാരൻ, ഈ പള്ളിന്റെ പേര് പലിശപ്പള്ളി എന്നാണ്. സുബ്ഹാനല്ലാ, പള്ളിക്ക് പലിശപ്പള്ളി എന്ന് പേരോ? നമ്മൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്, പക്ഷെ പലിശപ്പള്ളി അങ്ങനെ ആൾക്കാരിട്ട പേരാണ്. എന്താ സംഭവം എന്ന് ചോദിച്ചു. സംഭവം അറബിന്റെ അടുത്ത് നിന്ന് കാന്തപുരത്തിന്റെ ആൾക്കാരാണ് കാശ് വാങ്ങി പള്ളി ഉണ്ടാക്കാൻ ഏൽപ്പിച്ചു. അറബി വരുന്ന കാര്യമൊന്നും പറഞ്ഞിരുന്നില്ല. ഇവർ ആ കാശ് അബ്ദുന്നൂറിന്റെ കമ്പനി കൊണ്ടുപോയെടുത്തു. നല്ല ലാഭല്ലേ, പള്ളി എവിടേക്കത്തെ പിന്നെ ഉണ്ടാക്കാലോ വിചാരിച്ചു. അറബി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു, ഞാൻ ഇൻഷാല്ലാ പള്ളിപ്പണി കഴിഞ്ഞില്ലേ, ഞാൻ ഇൻഷാല്ലാ പറഞ്ഞു. അറബിയുടെ സന്തോഷം, നമ്മൾ ഉണ്ടാക്കിയ പള്ളിയല്ലേ, കഴിഞ്ഞിട്ടില്ല അറിയാൻ പറ്റുമോ? റെഡിയാണ് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് അബ്ദുന്നൂറിന്റെ അടുത്ത് നിന്ന് കാശ് പെട്ടെന്ന് തിരിച്ചിടൂല, സംവിധാനമില്ല. ഇയാൾ എന്ത് ചെയ്തു? ഇവർക്ക് കാശ് പെട്ടെന്ന് ഇത്ര ലക്ഷങ്ങൾ കിട്ടാൻ ഒരു സംവിധാനവും ഇല്ലാത്തത് കൊണ്ട് ഗൂഡല്ലൂരിലെ അറിയപ്പെട്ട ഒരു പലിശക്കാരന്റെ കയ്യിൽ നിന്ന് മൊത്തം പണം കടം വാങ്ങി ഒരു പള്ളി തട്ടിക്കൂട്ടി ഉണ്ടാക്കി. ആ പള്ളിക്ക് ആൾക്കാരപ്പോ ഇതൊക്കെ പരസ്യമാർഗങ്ങൾ പലിശപ്പള്ളി എന്ന് പേരിട്ടു. ഇപ്പൊ ആൾക്കാർ ആ പള്ളിക്ക് നിസ്കരിക്കാൻ കാരണമില്ല. കാരണം പലിശപ്പള്ളി അല്ലെങ്കിൽ നിസ്കരിച്ചാൽ ശരിയാവുന്ന ആൾക്കാർ ചോദിക്കുന്നത്. ഇപ്പൊ വിൽക്കാൻ നടക്കാൻ ആ പള്ളി വിൽപ്പനക്ക് വെച്ചിരിക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് പോയ എങ്ങനെയും ആൾക്കാർ നിസ്കാരം തുടങ്ങിയാൽ കണ്ടോ? അങ്ങനെ ഒരു പള്ളി, പലിശപ്പള്ളി വിൽപ്പനക്ക് വെച്ചിരിക്കുക. എന്തേ? അറബിന്റെ അടുത്ത് നിന്ന് പണം വാങ്ങി പണം അബ്ദുന്നൂറിന്റെ കമ്പനി കൊണ്ടിട്ടു ഇരട്ടിപ്പിക്കാനേ. പിന്നെ ചോദിക്കേണ്ട നേരത്ത് കിട്ടണില്ല. അപ്പൊ പലിശക്ക് വലിയ പലയിടത്തുങ്ങാണ്ട് ഒരു പള്ളി ഉണ്ടാക്കി, പലിശപ്പള്ളിയല്ലേ, അപ്പൊ അത് വിൽപ്പനക്ക് വെച്ചിട്ട് ആരും നിസ്കരിക്കാൻ കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സംസ്കാരം. അള്ളാന്റെ പള്ളിക്ക് വിൽക്കുന്ന പണവും പലിശക്കിടുക, എന്നിട്ട് പലിശ വാങ്ങുക, പലിശക്ക് പള്ളി ഉണ്ടാക്കുക. ഈ രൂപത്തിൽ നിങ്ങളുടെ സംസ്കാരമാണ്. ഇതാ നിങ്ങളുടെ അപ്പുറത്തെ സമസ്തയുടെ നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് വിവരിച്ചിട്ടുള്ളത് നിങ്ങളുടെ സംസ്കാരമാണ്. ഈ വലിയ ഉസ്താദിന്റെ സംസ്കാരം കേൾക്കണ്ടേ? ഉള്ളാൾക്ക് എന്താ സംസ്കാരം? ഉള്ളാൾ തങ്ങപ്പാപ്പല്ലേ, കരുവന്തിരുത്തി തങ്ങള് അല്ലേ, കുഞ്ഞിക്കോയാന്ന് അപ്പുറത്തെ ആളുകൾ പറയുന്നില്ലേ? ആ കുഞ്ഞിക്കോയ തങ്ങളെ സംസ്കാരം എന്താ മൂപ്പര സംസ്കാരം എന്ന് മൂപ്പര വായുന്നതിനൊന്ന് കേട്ടോളി. ലജ്ജയില്ലാതായി പോയാ പിന്നെ ഒരു സമൂഹത്തിന് എന്തും പറഞ്ഞൂടെ? കേട്ടോളൂ നിങ്ങൾ എന്തായുള്ള സംസ്കാരം. മലപ്പുറത്തുണ്ടായിട്ട്
കുട്ടിപ്പടിയിലൊരു തങ്ങളൊരു ദർശനത്തിന് അവിടെ കുറെ സ്ഥലങ്ങളൊക്കെ ദിക്കും സ്ഥലത്തൊക്കെ തെളിഞ്ഞു നോക്കിയപ്പോ ആളങ്ങ് കൂടി. അവിടെ സ്കൂൾ കൊടുക്കൂല. നിന്റെ മാപ്പന്റെ സ്കൂള് ഗവൺമെന്റ് അനുവദിക്കുന്ന സ്കൂൾ വരെ അനുവദിച്ചു കൊടുക്കൂല. കേട്ടില്ലേ? ആരെയോ ഒരു മന്ത്രിയോട്, വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിക്കുക, സ്കൂൾ കിട്ടാത്തപ്പോ എന്റെ ബാപ്പന്റെതാണ് ആ സ്കൂള്. ഏയ് ആരാണ്? ഓ, സമസ്തയുടെ പ്രസിഡന്റ് ഉള്ളാള് കുഞ്ഞിക്കോയ കരുവന്തിരുത്തി തങ്ങള്. കണ്ടോ സംസ്കാരം കണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. ബാപ്പാക്ക് വിളിക്കുക. ഏയ് തറയ സംസ്കാരം, അങ്ങാടിയിലെ ഗുണ്ടാ സംസ്കാരം. ബാപ്പക്ക് വിളിക്കുക ഒരു മന്ത്രിയെ. നോക്കണം നിങ്ങൾ, ഇവരുടെ സംസ്കാരമാണിത്. അപ്പൊ നിങ്ങളുടെ സംസ്കാരത്തെക്കുറിച്ച് ഇനി നിങ്ങൾ അധികം പറയണ്ട. അപ്പൊ നിങ്ങളിൽ നിന്ന് നിങ്ങളെല്ലാം മാറ്റിമറിച്ചിട്ട് തന്നെയാണ് പറയുക. അതുകൊണ്ട് അത്തരത്തിലുള്ള സംസ്കാരം പഠിച്ചു വന്നിട്ടുള്ള ആളുകൾക്ക്, പല ആളുകൾക്കും ഇപ്പം ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് സഖാഫികളും തൗഹീദ് മനസ്സിലാക്കിയിട്ട് രംഗത്തേക്ക് വരുന്നത് തുടക്കം കുറിച്ചിട്ടുണ്ട് കേട്ടോ. സത്യത്തിലേക്കുള്ള ഒഴുക്കിനെ തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഇനി പറയട്ടെ സഹോദരന്മാരെ, നമ്മൾ അന്ന് വിശദീകരിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗൈബ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുകയുള്ളൂ. കാരണം ഈ സമൂഹം ഇന്ന് ആ ഒരു വിശ്വാസത്തിൽ തകരാറ് വന്നതാണ്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നിമിത്തമായത് അല്ലാഹു കാണും പോലെ കാണുമെന്നും അല്ല കേൾക്കും പോലെ കേൾക്കുമെന്നും അല്ല അറിയും പോലെ അറിയുമെന്നും അങ്ങനെ മഹത്തുക്കളായ ആളുകൾ അവരതാ ജീവിത മരണ വ്യത്യാസമില്ലാതെ, അതുപോലെ തന്നെ സ്ഥലകാല ഭേദമന്യേ ശബ്ദഭേദമന്യേ എല്ലാം അവര് മനസ്സിലാക്കുന്നു, കാണുന്നു, കേൾക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ലേ പലരെയും വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വിഷയം ഉള്ളതുകൊണ്ട് ഈ ഉള്ളവൻ ഇവിടെ വെച്ച് പലതവണ വിശദീകരിച്ചതാണ്. അല്ലാഹ് മാത്രമേ ഗൈബ് അറിയൂ കേട്ടോ. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. ഞാൻ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. പലതവണ ഇവിടെ ആവർത്തിച്ചതാണ്. പറയൂ നബിയേ, ആകാശഭൂമികളിലുള്ള ആരും തന്നെ അദൃശ്യമറിയുകയില്ല കേട്ടോ, അല്ലാഹു ഒഴികെ. മാത്രമല്ല വമാ യശ്ഉറൂന, അവരറിയുന്നില്ല കേട്ടോ, അയ്യാന യുബഅസൂൻ, എപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പോലും ഒരാൾക്കും അറിയില്ല കേട്ടോ. ഗൈബ് അല്ലാഹുക്ക് മാത്രമാണ് അറിവുള്ളത്. മാത്രമല്ല അന്ന് തന്നെയും വിശദീകരിച്ചതാണ്, അലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ. സൂറത്തുൽ ജിന്നിലെ ആയത്തും വേണ്ടത്ര വിശദീകരിച്ചതാണ്. ഗൈബ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അറിയുന്നത്. അവന്റെ അദൃശ്യജ്ഞാനത്തിൽ നിന്ന് അവൻ വെളിപ്പെടുത്തി കൊടുക്കുന്നതല്ല ഒരാൾക്കും തന്നെ. ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ, റസൂലിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ അവൻ തൃപ്തിപ്പെട്ട അവർക്ക് അവൻ കൃത്യമായി തന്നെ ആ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നു. അതല്ലാതെ അല്ലാഹു അറിയിച്ചു കൊടുക്കുന്നതല്ലാതെ അമ്പിയാക്കൾക്ക് പോലും എല്ലാ മറഞ്ഞ കാര്യങ്ങളും അറിയാനുള്ള ഒരു സിദ്ധി വിശേഷമില്ല. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് അറിയിച്ചു കൊടുക്കുമ്പോൾ അവരറിയുന്നു, അല്ലെങ്കിൽ അറിയിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ അവരും സാധാരണക്കാരെ പോലെ തന്നെ ആ കാര്യം അവരും അറിയുന്നില്ല. ഇതൊക്കെ ധാരാളം സംഭവങ്ങൾ എടുത്തുകൊണ്ട് ഉദ്ധരിച്ചതാണ്. മഹാന്മാരായ അമ്പിയാക്കളുടെ ചരിത്രം കഴിഞ്ഞ പ്രസംഗത്തിൽ പലവരും നമ്മൾ പറഞ്ഞതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് അതിഥികളായിക്കൊണ്ട് മലക്കുകൾ വേഷം മാറി വന്ന സംഭവം പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞിട്ടില്ലേ? മഹാനായ ഖലീലുള്ളയുടെ അടുത്തേക്കതാ അതിഥികൾ കയറി വരുന്നു. മനുഷ്യവേഷത്തിലാണ്. മനുഷ്യവേഷത്തിൽ കയറി വന്നപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഖലീലല്ലേ, അറിഞ്ഞോ ഈ വന്നത് മലക്കുകളാണ്, വേഷം മാറി വന്നതാണെന്ന് അറിഞ്ഞില്ല. തന്റെ വീട്ടിലേക്ക് വന്ന അതിഥികളാണെന്ന് ആ ഒരൊറ്റ ധാരണയിലതാ ഉടനെ ഭക്ഷണം തയ്യാറാക്കുന്നു. വന്ന വിരുന്നുകാർക്ക് മുമ്പിൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കുന്നു. തിന്നാൻ ആവശ്യപ്പെടുന്നു. അവരുടെ കൈകൾ അതിലേക്ക് നീളുന്നില്ല. കൈകൾ നീളുന്നില്ല.
അപ്പോഴാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ഭയത്തോടുകൂടെ ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ തിന്നാത്തത്? അപ്പോഴല്ലേ അവര് പറയുന്നത്, ഞങ്ങൾ മനുഷ്യരല്ല, ഞങ്ങളിതാ ഒരു നാട്ടിലേക്ക് നിയുക്തരായ അല്ലാഹുവിന്റെ റസൂലുകളാണ്, അഥവാ മലക്കുകളാണ് എന്ന നിലക്ക് സംസാരിച്ചപ്പോഴല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാമിന് കാര്യം മനസ്സിലാകുന്നത്. എന്തേ അതിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ പറയുമ്പോഴും പറയപ്പെടാത്തതെന്ത്? ഇബ്രാഹിം അലൈഹിസ്സലാമിന് വന്നവരുടെ മനസ്സറിഞ്ഞോ? വന്നത് മലക്കുകളാണെന്നറിഞ്ഞോ? പറയുന്നതിന്റെ വിശദീകരിക്കുന്നതിന്റെ മുമ്പ് അറിഞ്ഞോ? ഈ മുസ്ലിയാർ ഇവിടെ അതിനെപ്പറ്റി കാമ എന്ന് മിണ്ടിയിട്ടില്ല. മാത്രമല്ല, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് മദീനയിൽ അപവാദ പ്രചരണം കൊടുമ്പിരിക്കൊണ്ടതിനെ സംബന്ധിച്ചുള്ള സംഭവം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അതാ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് ഒരപരാധം ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ടല്ലോ. നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചും സഫ്വാൻ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയെ സംബന്ധിച്ചും ബന്ധപ്പെടുത്തിക്കൊണ്ട് ചില ആരോപണങ്ങൾ മുനാഫിക്കീങ്ങൾ ഉന്നയിച്ചില്ലേ? ആ സംഗതിയുടെ നിജസ്ഥിത അറിയാതെ ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ പല സഹാബിമാരെ പോലും സംശയിച്ചു പോയി. നബി തങ്ങളുടെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആയിഷ ബീവിയെ സംബന്ധിച്ച്, സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അക്കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഔലിയാക്കൾ പോലും ചിലരൊക്കെ തെറ്റിദ്ധരിച്ചു പോയി എന്നുവരെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നു. മാത്രമല്ല, നിങ്ങളുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ എഴുതിയതുകൂടെ ഞാൻ വായിക്കട്ടെ. ഞാൻ പറയുകയല്ല, കേട്ടോളൂ. നിങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കിക്കോ. ഈ സംഭവത്തെ ചൊല്ലി അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് എന്ന കപടവിശ്വാസിയുടെ നേതൃത്വത്തിൽ ആയിഷക്കെതിരെ ഒരു അപവാദ കഥ പ്രചരിപ്പിച്ചു. അറിഞ്ഞും അറിയാതെയും വിശ്വാസികൾക്കിടയിൽ ഇത് സംസാര വിഷയമായി. ഇതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ആയിഷ റളിയല്ലാഹു അൻഹയെ സംശയിച്ചു പോയി. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഇത് നമ്മൾ പറഞ്ഞതല്ല, നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ വന്നതാണ്. സഹാബത്തിൽ ചിലരൊക്കെ സംശയിച്ചു പോയി. ആയിഷ ബീവിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അവർക്കൊന്ന് തോന്നിയത്, അങ്ങനെ ഒരു ചെറിയ സംശയമെങ്കിലും തോന്നിയത് മറഞ്ഞ കാര്യം അറിയാത്തത് കൊണ്ടല്ലേ? അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അതിന്റെ തെളിവല്ലേ? ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹാ കൂടാരത്തിൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ ആ കൂടാരവുമായി കൊണ്ട് ബനുൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് മടങ്ങി പോരുമ്പോ സഹാബിമാരെ യാത്രയായത്? ഉമ്മാക്കും മനസ്സിലായില്ലല്ലോ ഇവര് പോയിട്ടുണ്ടെന്ന്. എത്രയെത്ര കാര്യങ്ങൾ അതിലുണ്ട്. മുസ്ലിയാർ അതിനെ സംബന്ധിച്ച് അന്ന് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞ ആ കാര്യത്തെ സംബന്ധിച്ച് ഒരക്ഷരം പറഞ്ഞിട്ടില്ല. മാത്രമല്ല, അതൊക്കെ അന്നത്തെ കാര്യം. പിന്നീട് വളരെ കാലങ്ങൾക്ക് ശേഷം ഇതാ CM മടവൂര് സൗദി അറേബ്യയിലെ ജയിലിലെത്തിയെന്നും അവിടെയുള്ളവർ ജയിൽവാസിയേതാ അത്ഭുതകരമായ നിലയ്ക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് അങ്ങോട്ടെത്തിയിട്ട് CM-നെ വിളിച്ചപ്പോഴേക്ക് ഇവിടുന്ന് അങ്ങോട്ടെത്തിയിട്ട് ആളെ മോചിപ്പിച്ചു എന്ന ഇവര് പ്രചരിപ്പിക്കുന്ന കെട്ടുകഥ നമ്മൾ വേണ്ടത്ര വിശദീകരിച്ചതാണ്. ആ അമ്പിയാക്കളുടെ ഒക്കെ പാത വിട്ടുകൊണ്ട്, മഹത്തുക്കളുടെ ഒക്കെ പാത വിട്ടുകൊണ്ടിരാ ഇന്നും പ്രചരിപ്പിക്കുകയാണ്. മടവൂർ ശൈഖ് അടക്കമുള്ള ആളുകൾ, ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞില്ലേ, നിങ്ങൾ കേട്ടതല്ലേ, ആ ക്ലിപ്പെന്ന് കേട്ടതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല കേട്ടോ. ഒരു വ്യക്തി സൗദി അറേബ്യയിലെ ജയിലിൽ കിടന്നപ്പോ ഞാൻ എന്തൊരു കഷ്ടപ്പെടണം, മടവൂർ ശൈഖില്ലേ എന്ന് പറഞ്ഞ് മടവൂർ ശൈഖിനെ അങ്ങ് വിളിച്ചു ഓർത്തപ്പോഴേക്ക് അതാ ഇന്ത്യയിൽ, കേരളത്തിൽ നിന്ന് അതാ മടവൂര് സൗദിയിലേക്ക് ഓടിയെത്തുന്നു, ജയിലിലേക്ക് കയറുന്നു, ഇയാളെ മോചിപ്പിക്കുന്നു, ജയിലധികൃതരോട് അറബിയിൽ നന്നായി സംസാരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കണം. പാസ്പോർട്ടും വേണ്ട, വിസയും വേണ്ട, ഒന്നും വേണ്ട. അതാ വിചാരിച്ചപ്പോഴേക്ക് എത്തിപ്പോയി. അതേ അവസരത്തിൽ അള്ളാന്റെ റസൂലിന്റെ സഹാബിമാര് അതാ ഹുബൈബ് റളിയല്ലാഹു അൻഹു കൊലമരത്തിന്റെ താഴെയാണ്. അതുപോലെ തന്നെ പല സഹാബിമാരും അപകടത്തിൽപ്പെട്ട നേരമാണ്. ആ ഘട്ടത്തിൽ അതാ
പുന്നാര നേതാവ് ഞങ്ങൾക്ക് പറ്റിയ അപകടം അറിഞ്ഞിട്ടില്ലല്ലോ, നേതാവിനെ ഒന്ന് വിവരം അറിയിക്കണ്ടേ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയുണ്ടാക്കിയ പ്രിയപ്പെട്ട ശിഷ്യന്മാര് കൊലക്കളത്തിലേക്ക് അടുത്തപ്പോ ആ സന്ദർഭത്തിലതാ അവരുടെ മനസ്സിൽ നിന്ന് ഞങ്ങളുടെ നേതാവ് ഞങ്ങളെപ്പറ്റി അറിഞ്ഞിട്ടില്ലല്ലോ, റസൂലുള്ളാഹിക്ക് ഈ വിവരമൊന്ന് കൈമാറാൻ എന്താ വഴി? യാ റസൂലല്ലാഹ്, അങ്ങയുടെ ശിഷ്യന്മാര് അപകടത്തിൽപ്പെട്ടിരിക്കുന്നു എന്ന് അപകടത്തിന്റെ ഘട്ടത്തിൽ പോലും മുത്ത് റസൂലിന്റെ സഹാബിമാര് അവിടുന്ന് കേൾക്കാത്ത സ്ഥലത്ത് നിന്ന് ദൂരെ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചിട്ടില്ല. അവര് പക്ഷേ ആരെയാ വിളിച്ചത്? അവർക്കറിയാ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു നാഥനുണ്ട്, കാണുന്ന ഒരു റബ്ബുണ്ട്, കാഴ്ചക്കോ കേൾവിക്കോ പരിധിയും പരിമിതികളുമില്ലാത്ത ഒരു റബ്ബുണ്ട് ഞങ്ങൾക്ക്. ആ റബ്ബിനെ വിളിച്ചുകൊണ്ട് പറയാണ്, അല്ലാഹുമ്മ അഖ്ബിർ അന്നാ നബിയക, അല്ലാഹ് നിന്റെ നബിയോട് ഞങ്ങളകപ്പെട്ട ഈ വിഷയത്തെപ്പറ്റി നീ വിവരം അറിയിച്ചു കൊടുക്കണേ അല്ലാഹ്. മറിച്ച് അവർ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞുവോ? ഏതാണ് അമ്പിയാക്കളുടെ പാത? ഏതാണ് സഹാബത്തിന്റെ പാത? ഏതാണ് സജ്ജനങ്ങളുടെ പാത? ഏതാണ് ശുഹദായിന്റെ പാത? ഏതാണ് സിദ്ദീഖീങ്ങളുടെ പാത? മനസ്സിലായില്ലേ? അവരൊക്കെയും അതാണ് പഠിപ്പിച്ചു തന്നത്. എന്നിട്ട് ഇവിടെ നിന്നാണ്ട് വിളിച്ചപ്പോഴേക്ക്, അതാ സൗദി അറേബ്യയിൽ നിന്ന് ഓർത്തപ്പോഴേക്ക് കേരളത്തിൽ നിന്നതാ മടവൂര് ശൈഖ്, അതും ജയിലിലേക്കങ്ങ് പാഞ്ഞെത്തി ആളെ മോചിപ്പിക്കുന്ന കെട്ടുകഥയും കള്ളക്കഥയും ഇവിടെ ഞാൻ ഇട്ടതല്ലേ, ആ ക്ലിപ്പ് ഞാൻ കാണിച്ചതല്ലേ. കാമ എന്ന് പേരോട് മുസ്ലിയാരും ഉണ്ടാകുന്നതെന്തേ? നിങ്ങൾക്കത് സ്ഥാപിക്കാൻ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് വേഗം തടി സലാമത്താക്കിയതാണ് ഞങ്ങൾക്കറിയാം. പറയണം, നിങ്ങൾക്കതിനെക്കുറിച്ച് അഭിപ്രായം ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ പറയണം. ഇവിടെ ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ പറയാം. മുസ്ലിയാരും മിണ്ടിയിട്ടില്ല. മാത്രമല്ല മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹമതാ സന്നിഗ്ധ ഘട്ടത്തിൽ തന്നെത്തിയിട്ടുള്ള അപകടത്തിന്റെ വിവരം, അല്ലാഹുവേ നിന്റെ നബിക്ക് നീ വിവരം കൊടുക്കണേ എന്ന് പറയുകയാണ് ചെയ്തത്. അതല്ലാതെ യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ച് തേടിയിട്ടില്ല, അങ്ങനെ വിളിച്ചിട്ടില്ല. കാരണം അവരുടെയൊക്കെ വിശ്വാസം എന്തായിരുന്നു എന്നതിൽ നിന്ന് ഗ്രഹിക്കാവുന്നതാണ്. അതും ഇവിടെ വിശദീകരിച്ചതാണ്. പക്ഷേ മുസ്ലിയാർ മറുപടി പറഞ്ഞിട്ടില്ല. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അറവ് സ്വപ്നത്തിലെ എന്താണ്? പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയാമെങ്കിൽ പിന്നെ മകനെ അറുക്കാൻ കൊണ്ടുപോകുന്നതിൽ എന്തൊരു ത്യാഗമാണുള്ളത് എന്ന് നമ്മൾ ചോദിച്ചിരുന്നു. അതിനെപ്പറ്റി മൂപ്പരിക്കൊരു തൊള്ള മറുപടിയുണ്ട്, അത് കേട്ടോളൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ അറക്കാൻ സ്വപ്നം കണ്ടില്ലേ? അപ്പൊ നേരത്തെ തന്നെ ഇബ്രാഹിം നബിക്ക് അറക്കേണ്ടി വരൂല എന്ന് തിരിഞ്ഞെങ്കിൽ പിന്നെ ത്യാഗം ഉണ്ടാവോ? ഞങ്ങളാരോ പറഞ്ഞിനോ? അള്ളാഹു തആല അറിയിച്ചു കൊടുക്കാതെ ഒരു കാര്യം അറിയുമെന്ന് പറഞ്ഞിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ത്യാഗത്തിന്റെ പ്രതിഫലം കിട്ടേണ്ടത് ആവശ്യമായതിന് കൊണ്ട് അവിടെ അറിയിച്ചു കൊടുത്തിട്ടില്ല, അറിഞ്ഞിട്ടില്ല. കാരണം അത് അറിയാതിരിക്കലാണ് അവിടെ ഖൈറ്, അറിയാതിരിക്കലാണ് ബഹുമാനം. ചിലത് അറിയൽ ബഹുമാനമാണ്, ചില അറിയാതിരിക്കൽ ബഹുമാനമാണ്. ഓ മൗലവി, അങ്ങനെ അല്ലാഹു തആല മഹാന്മാരെ ബഹുമാനിച്ചു കൊടുക്കുന്നതാണിത്. അറിയാതിരിക്കൽ അവർക്ക് ബഹുമാനമാകുന്ന സ്ഥലത്ത് അറിയാതിരിക്കും, അറിയൽ ബഹുമാനമാകുന്ന സ്ഥലത്ത് അറിയിക്കും. അതാണ് ചില സംഗതി അറിയാത്തത്. അതുകൊണ്ട് അറിയില്ല എന്ന് നിങ്ങൾ ധരിക്കരുത്. കണ്ടോ, അത് മൂപ്പരെ വിശദീകരണം. എന്താ തെളിവ്? മുസ്ലിയാരെ തൊള്ള, അല്ലാതെ ഇപ്പൊ വേറെ എവിടെ ഇല്ലല്ലോ. മാത്രല്ലാതെ ചിലത് അറിയിച്ചു കൊടുക്കാതിരിക്കലാ ഹൈറ്, ചിലത് അറിയലാ ഹൈറ്. എന്തിനാ ആ കഥയിലൊക്കെ പറഞ്ഞിട്ട് അത് പറയുന്നത്? ഇപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ ഉരുളലാ ഹൈറ് എന്ന് മനസ്സിലാക്കിയാൽ മതി, വേറൊരു ഹൈറുമില്ല. ഇതൊക്കെയാ മൂപ്പരുടെ വ്യാഖ്യാനം. എവിടെ പറഞ്ഞു അത്? എല്ലാം അറിയായിരുന്നു. ഇപ്പൊ അത് മാത്രമാണ് അറിയാതിരിക്കൽ ഹൈറായത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോയത് എന്ന് എവിടെയാ പറഞ്ഞത്? സ്വന്തം തൊള്ള തന്നെ. നിങ്ങൾ നോക്കൂ, ഈ നിരക്കാണ് കാര്യങ്ങൾ വിശദീകരിച്ചു പോകുന്നത്. മാത്രമല്ല എത്രയോ സംഭവങ്ങളില്ലേ പ്രിയപ്പെട്ടവരെ, എത്രയോ സംഭവങ്ങളില്ലേ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതാ അവിടെ ഹിജ്റക്ക് പോകുന്ന വേളയിൽ ആ ഗുഹയിൽ പോയി, സൗർ ഗുഹയിൽ പോയി ഒളിച്ചിരുന്ന നേരത്ത് ആ സംഭവത്തെ പറ്റി ഇന്ന് സമൂഹത്തിലൊക്കെ ഒരു പാട്ടുപാടി നടക്കാറില്ലേ? എത്രയോ കഥകൾ ആളുകൾക്കിടയിൽ നിലവിലില്ലേ?
അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും ഗുഹയിലേക്ക് കയറിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്നു. മുത്ത് റസൂലുള്ളാഹ് സുഖമായുറങ്ങുന്നു. മുഖം കണ്ട് സിദ്ദീഖ് സന്തുഷ്ടനാകുന്നു. മൂർഖൻ പാമ്പൊന്നൂടൻ കാലിൽ കടിക്കുന്നു. മേനിയിൽ നൊമ്പരം കൊണ്ട് പേടയുന്നു. നബിയെ ഉണർത്തിയില്ല, സിദ്ദീഖിന്റെ വേദന മാറുന്നില്ല. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ മൂർഖൻ പാമ്പ് കൊത്തിയെന്നാ പറയുന്നത്. സംഭവം എന്തോ ആകട്ടെ പ്രിയപ്പെട്ടവരെ, എന്ന് സമൂഹത്തിൽ നാട്ടിൽ പ്രചരിച്ചിട്ടുള്ള കാര്യമല്ലേ. ഇനി അതിനെപ്പറ്റി നിങ്ങൾ കേട്ടോളൂ. പൊട്ടിയൊഴുകിയ കണ്ണീരിൻ തുള്ളികൾ പെട്ടെന്ന് മുത്തി റസൂലിന്റെ വട്ടമുഖത്തൽപ്പം തട്ടിയ നേരത്ത് ഞെട്ടിയുണർന്നൊന്ന് നോക്കിയേ. എന്താ സിദ്ദീഖോരെ നിങ്ങൾ കരയുന്നു, എന്ത് പിണഞ്ഞെന്ന് ചൊല്ലുവിൻ പെട്ടെന്ന്. എന്റെ മനതാരിൽ വേദന തിങ്ങുന്നു. എല്ലാം പറഞ്ഞ അബൂബക്കർ നബിയോട് ഉമിനീർ പുരട്ടി നബി. സിദ്ദീഖിന്റെ ഉഗ്രവിഷമിറങ്ങി. സമൂഹത്തിൽ നടപ്പിൽ ആളുകളെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടല്ലേ. എന്താണതിൽ പറയുന്നത്? മൂർഖൻ പാമ്പ് കാലിൽ കടിച്ച നേരത്ത് അതാ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മേനിയിൽ നൊമ്പരം കൊണ്ട് പടയുകയാണ്. റസൂലുള്ളാഹിനെ അറിയിച്ചിട്ടില്ല, പക്ഷേ വേദന മാറുന്നില്ലല്ലോ. വേദന കടിച്ചമർത്തിക്കൊണ്ടതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തുള്ളികൾ പെട്ടെന്ന് മുത്ത് റസൂലിന്റെ വട്ടമുഖത്തൽപ്പം തട്ടിയ നേരത്ത് ഞെട്ടി ഉണർന്നൊന്ന് നോക്കിയേ. അപ്പോഴാ ഹബീബ് അറിയുന്നത് എന്ത്? കണ്ണുനീരിച്ച് വീണപ്പോഴാണ് നബിതങ്ങൾ അറിഞ്ഞിട്ട്. അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരയുന്നത് കാണുന്നത്. അപ്പൊ മനസ്സറിഞ്ഞോ എന്തിനാ എന്റെ സിദ്ദീഖ് കരയുന്നത്? ഇല്ല, അറിഞ്ഞില്ല. ചോദിക്കണം, ആ മടിയിൽ തലവെച്ച് കിടക്കുമ്പോഴും അറിയുന്നില്ല എന്താ സിദ്ദീഖിന്റെ കൽപ്പന, എന്താ സിദ്ദീഖിന്റെ മനസ്സിലെ വേദനയെന്ന്. അതുകൊണ്ടല്ലേ ചോദിക്കുന്നത്, എന്താ സിദ്ദീഖോരെ നിങ്ങൾ കരയുന്നു, എന്ത് പിണഞ്ഞെന്ന് ചൊല്ലുവിൻ പെട്ടെന്ന്. എന്റെ മനതാരിൽ വേദന തിങ്ങുന്നു. എല്ലാം പറഞ്ഞ അബൂബക്കർ നബിയോട് ഉമിനീർ പുരട്ടി നബി. സിദ്ദീഖിന്റെ ഉഗ്രവിഷമിറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോഴാണ് എന്തിനാ സിദ്ദീഖ് കരയുന്നത്. അപ്പോഴാണ് എല്ലാം തുറന്നു പറയുമ്പോഴാണ് അതാ അവിടുത്തെ ഉപരീര പുരട്ടിയപ്പോ ആ വിഷമിറങ്ങിപ്പോയി. ഈ സംഭവം ഇന്നാളുകൾ പാടി നടക്കുന്ന ഒരു പാട്ടല്ലേ. എത്ര മാപ്പിള പാട്ടുകൾ ആളുകൾ പാടുന്നുണ്ട്. പക്ഷേ ഇതിലും അടങ്ങിയ കാര്യം ചിന്തിച്ചുവോ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ആ സംഭവം അറിഞ്ഞില്ല എന്നല്ലേ അതിലും പറയുന്നത്. ആ സംഭവത്തിന്റെ നിജസ്ഥിതിയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നുണ്ടായിട്ടുണ്ടെങ്കിൽ, അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിലും ഈ പാഠമില്ലേ എന്നീ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി പ്രിയപ്പെട്ടവരെ, പേരോട് മുസ്ലിയാർ ഞാൻ ഈ ഗൈബിന്റെ വിഷയം പറഞ്ഞപ്പോ ഞാൻ ഇതുപോലെ അങ്ങ് മറ്റൊരു ഉദാഹരണം പറഞ്ഞിരുന്നു. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിലേക്ക് അതാ വാദിയും പ്രതിയുമൊക്കെ ആയിട്ട് കേസുകാർ വരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്യുന്നു? അവരുടെ വാക്കുകൾ കേട്ടിട്ട് നബി തങ്ങൾക്ക് അതിനല്ലേ കഴിയുകയുള്ളൂ എന്ന അർത്ഥത്തിൽ ഞാനൊന്നൊരു ഹദീസ് വിശദീകരിച്ചിരുന്നു. അതിന് പേരോടൊരു വെല്ലുവിളി നടത്തുകയാണ്. ഇവിടെ വെച്ചും പറഞ്ഞു, വാണിമേൽ വെച്ചും പറഞ്ഞിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞതോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സലഫി ശുദ്ധ കളവ് പറഞ്ഞതാണ്. ആ ഹദീസിന്റെ വ്യാഖ്യാനം അങ്ങനെയൊന്നുമല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് പേരോട് ആ ഹദീസ് ഒന്ന് വിശദീകരിക്കുന്നുണ്ട്. ഏതാണ് സംഭവം?
നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് സംഭവം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ കേസുമായിട്ട് ആളുകൾ വരുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സത്യമായിട്ട് വരുന്ന ആളുകളുമുണ്ടാകും, മനസ്സിൽ കള്ളം ഒളിപ്പിച്ചു വരുന്നവരുമുണ്ടാകും. എന്നിട്ട് നബി തങ്ങളോട് വന്നിട്ട് കേസ് വാദിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞുവല്ലോ, ഞാനും ഒരു മനുഷ്യൻ മാത്രമാണ്, നിങ്ങൾ പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ വിധിക്കുക. നിങ്ങൾ ആരുടെ വാക്ചാലമായ സംസാരങ്ങൾ കേൾക്കുമ്പോ അയാൾ പറയുന്നതാണ് സത്യമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ശരിക്ക് ചിന്തിക്കണം. അയാൾ പറയുന്നതാണ് സത്യമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അനുകൂലമായി വിധിച്ചേക്കും. അങ്ങനെ ആർക്കെങ്കിലും എന്റെ വിധി അനുകൂലമായി കൊണ്ട് കിട്ടിപ്പോയാൽ, ന്യായമില്ലാതെയാണ് അവന് വിധി കിട്ടിയിട്ടുള്ളതെങ്കിൽ അവൻ സൂക്ഷിച്ചോളൂ, നരകത്തിയുടെ കഷ്ടമാണ് അവൻ കൊണ്ടുപോകുന്നതെന്ന്. ഇക്കാര്യം നമ്മളിവിടെ പലവരും പറഞ്ഞതാണ്. എന്നാൽ മുസ്ലിയാർക്കത് തള്ളാൻ കഴിയുന്നില്ല. അപ്പൊ മൂപ്പര് പറയാണ്, അതാ ഒരു വാചകത്തെ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു, ശുദ്ധ കളവല്ലേ സലഫി പറഞ്ഞത്? എന്നാ പിന്നെ ഹദീസിന്റെ ഉദ്ദേശം എന്താണ്? ബഹുരസണ്ട് അല്ല, വലിയ വേദനയുണ്ട് മുസ്ലിമേ. ഹബീബിന്റെ പേരിൽ വെച്ച് കെട്ടുന്ന ആ ഒരു ദുർവ്യാഖ്യാനം കേട്ട് നിൽക്കുമ്പോ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പറയുന്നു. ഇയാളുടെ ദുർവ്യാഖ്യാനത്തിന്റെ ഒരു വലുപ്പമറിയാൻ അതൊന്ന് കേട്ടോളൂ, പിന്നീട് ഞാൻ വിശദീകരിക്കാം. കോടതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കറാമത്തും മഅ്ദിയത്തും മുഖേന വിധി പറഞ്ഞാൽ ആ വിധി പറയാൻ പിൽക്കാലത്തുള്ള ജഡ്ജിമാർക്ക് കഴിയില്ല. അതുകൊണ്ട് കോടതിയിൽ ജനങ്ങൾക്ക് മാതൃകയാകാൻ വേണ്ടി, ജഡ്ജിമാർക്ക് മാതൃകയാകാൻ വേണ്ടി അവിടെ മഅ്ദിയത്ത് പ്രകടിപ്പിക്കുന്ന രംഗമല്ല, കറാമത്ത് പ്രകടിപ്പിക്കുന്ന രംഗമല്ല, അവിടെ അതാ സാക്ഷി വിസ്താരം നടത്തി വിധി പറയുന്ന രംഗമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഇക്കാര്യം പറഞ്ഞത് കൊണ്ടാണ് ഹദീസിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല. സലഫി പറഞ്ഞ വാചകം ഹദീസിലില്ല. സലഫി പറഞ്ഞത് എനിക്ക് അത്രയും കഴിയുന്ന വിധി പറഞ്ഞുവെന്നാണ്. അത് പച്ചക്കള്ളം റസൂലുള്ളാഹിന്റെ മേലിൽ വെച്ച് കെട്ടിയതാണ്. ഹദീസിലുള്ളത് ഞാൻ വായിക്കാം. ഇന്നമാന ബശറുൻ, ഞാൻ മനുഷ്യൻ മാത്രമാണ്, മലക്കല്ല, ജിന്നല്ല, ദൈവമല്ല, ദൈവപുത്രനല്ല, ഞാൻ മനുഷ്യൻ മാത്രമാണ്. എന്തുകൊണ്ടാണ് വിധി പറയാൻ കാരണം? മനുഷ്യന്മാർക്ക് വിധി പറയാനാണ് ഞാൻ കോടതിയിലിരിക്കുന്നത്, മനുഷ്യന്മാർക്ക് മാതൃകയാകാനാണ് ഞാൻ കോടതിയിലിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മലക്കല്ല, ഞാൻ ജിന്നല്ല, മനുഷ്യൻ മാത്രമാണ്. വൈന്നക്കും തഖ്തസിലൂന ഇലയ്യ, നിങ്ങൾ പലരും എന്നോട് തർക്കം എന്ന് പറയും, പലരും വാദിയും പ്രതിയുമാകും. വലഅല്ല ബാലക്കും അയ്യകൂന അൽഹന ഹുജ്ജത്തുണ്ടാകും. ചിലർ അവരുടേതായ തെളിവ് സമർത്ഥിക്കുന്നതിൽ, തെളിവ് പറഞ്ഞ് തെളിവ് സമർത്ഥിക്കുന്നതിൽ വലിയ യോഗ്യന്മാരും വളരെ സാമർഥ്യമുള്ളവരുമായിരിക്കും. ഞാൻ കേൾക്കുന്നതനുസരിച്ചാണ് വിധി പറയുക. എനിക്കറിയില്ല എന്നല്ല, ഞാൻ സാക്ഷി വിസ്താരം കേട്ടിട്ട് ആ വിസ്താരത്തിൽ വാദിയുടെയും പ്രതിയുടെയും വാചകങ്ങൾ കേട്ട്, സാക്ഷിയുടെ വിസ്താരം കേട്ട് കേൾവി അനുസരിച്ചാണ് ഞാൻ വിധി പറയുക. മൊയ്ജിയത്ത് മുഖേനയല്ല വിധി പറയുക, കറാമത്ത് മുഖേനയല്ല വിധി പറയുക. മൊയ്ജിയത്ത് മുഖേനയാണ് മനസ്സിന്റെ ഉള്ളിലെ കാഴ്ച, അതനുസരിച്ചല്ല ഞാൻ വിധി പറയുക. ഞാൻ ഈ സാക്ഷി വിസ്താരം കേട്ടിട്ടും വാദിയുടെയും പ്രതിയുടെയും വാദവും കേട്ടിട്ടും അതിന്റെ അടിസ്ഥാനത്തിലാണ് വിധി പറയുക. ഫമൻ ഖളൈതു ലഹു ബിശൈഇൻ മിൻ ഹഖ്ഖി അഖീഹി, അപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് അദ്ദേഹത്തിന്റെ സഹോദരന്റെ എന്തെങ്കിലും ഒരു അവകാശം ഞാൻ വിധിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ വിധിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ മൊയ്ജിയത്ത് മുഖേന മനസ്സ് വായിച്ചിട്ട് വിധിക്കുന്ന ഏർപ്പാട് എനിക്കില്ല. കഴിയാഞ്ഞിട്ടല്ല, കഴിയുമെന്ന് നേരത്തെ നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. കഴിയാഞ്ഞിട്ടല്ല, എനിക്ക് വിധി പറയുമ്പോൾ എന്റെ സമീപനം അങ്ങനെയല്ല. സാക്ഷി വിസ്താരം കേട്ട് വാദിയുടെയും പ്രതിയുടെയും വാദവും കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ വിധി പറയുക. അതുകൊണ്ട് വല്ലവന്റെയും അവകാശം ആർക്കെങ്കിലും ഞാൻ വിധിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതവൻ സ്വീകരിക്കണ്ട. ഒരു തീകഷ്ണമാണ് ഞാൻ മുറിച്ചു കൊടുത്തതെന്ന് അവൻ മനസ്സിലാക്കിയിരിക്കണം. ഇതാണ് ഹദീസിലുള്ളത്. ഒരു തീകഷ്ണം നിങ്ങൾക്കും കിട്ടാൻ കാത്തിരുന്നു കൊള്ളണം.
കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ നിങ്ങളിപ്പോ എത്ര പച്ചക്കളവുകളാണ് പറഞ്ഞത്. നിങ്ങളുടെ പ്രസംഗം ആ വിഷയത്തിൽ മുഴുവനും അവിടെ കേൾപ്പിച്ചിരിക്കുകയാണ്. കുറച്ച് സമയം പോയാലും വിരോധമില്ലെന്ന നിലക്ക് ആളുകൾ അതൊന്നറിയാൻ വേണ്ടി. ഇവിടെ ഇപ്പൊ എന്താ നിങ്ങൾ സ്ഥാപിച്ചത്? ഇവിടെ നിങ്ങൾ സ്ഥാപിച്ചത് എന്താണ്? അള്ളാന്റെ റസൂലിന് ഒക്കെ അറിഞ്ഞിട്ടാണ് പോലും രണ്ടു കൂട്ടരും മുമ്പിൽ വന്നു നിൽക്കുമ്പോ ആരുടെ ഭാഗത്താണ് നീതി, ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് റസൂലുള്ളാഹിക്കറിയാം. പക്ഷേ അത് അറിയുന്നത് മുഅ്ജിസത്ത് മുഖേനയാണ്. പക്ഷേ മുഅ്ജിസത്ത് മുഖേന വിധിക്കാൻ പാടില്ലല്ലോ. അറിയാത്തത് കൊണ്ടല്ല, അറിയാൻ കഴിയാത്തത് കൊണ്ടല്ല, അതറിഞ്ഞിട്ടും അല്ലാഹുവിന്റെ റസൂല് സാക്ഷിമൊഴി അനുസരിച്ച് വിധിക്കുന്നു എന്നല്ലേ പേരോട് സമർത്ഥിക്കുന്നത്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? അള്ളാന്റെ റസൂല്, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എത്ര ഗൗരവമാണ് ഈ സമർത്ഥിച്ചത്. എന്താ ഇവിടെ പറഞ്ഞത്? അള്ളാന്റെ റസൂല് നീതി ആരുടെ ഭാഗത്താണ് എന്നറിഞ്ഞാലും നീതി ആരുടെ ഭാഗത്താണെന്ന് അള്ളാന്റെ റസൂല് മുഅ്ജിസത്ത് മുഖേന അറിയാഞ്ഞിട്ടല്ല, അറിയാൻ കഴിയും, അറിയാൻ കഴിയും. തന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ വാദി, ഈ പ്രതി ആരാണ് ഹക്ക് പറയുന്നത്, ആരുടെ മനസ്സിലാണ് ഹക്കുള്ളത്, ആരുടെ മനസ്സിലാണ് ബാത്തിലുള്ളത് എന്ന് നബി തങ്ങൾ അറിയാഞ്ഞിട്ടല്ല, അറിഞ്ഞാലും ചിലപ്പോ അള്ളാന്റെ റസൂല് അന്യായത്തിന് കൂട്ടുനിൽക്കും, അന്യായം വിധിക്കുമെന്നല്ലേ അള്ളാന്റെ റസൂലിനറിയാം. മുഅ്ജിസത്ത് വഴി ആരുടെ ഭാഗത്താ നീതി, ആരുടെ ഭാഗത്താ ന്യായമെന്നറിയാം. പക്ഷേ അത് അള്ളാന്റെ റസൂല് പറയൂല. ആ നീതിയും അള്ളാന്റെ റസൂല് നടപ്പിലാക്കൂല. മറിച്ച് അള്ളാന്റെ റസൂലതാ ഏതോ ഒരാള് വാക്ക് പറയുന്നത് കേട്ടിട്ട്, പറയുന്ന വാക്ക് കേട്ടിട്ട് അതാ അന്യായത്തിന് കൂട്ടുനിൽക്കുമെന്ന് അതാ നബി തങ്ങളുടെ പേരിൽ കള്ളം ഈ പണ്ഡിതൻ പ്രസംഗിച്ചില്ലേ. എന്നിട്ടും ഇവരൊക്കെ അവകാശപ്പെടുന്നു ഹബീബിനോട് ഞങ്ങൾക്കാണ് സ്നേഹം കേട്ടോ. കാപട്യമല്ലേ ഈ സ്നേഹം, നിങ്ങൾ ഈ കാണിക്കുന്ന സ്നേഹം? നിങ്ങൾക്ക് ചിന്തിച്ചില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അന്യായം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്യായം വിധിക്കും. ആരുടേതാ ശരീരമൊക്കെ നബി അറിഞ്ഞാലും പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കേൾവിയുടെ അടിസ്ഥാനത്തിൽ ആ മൂപ്പരിങ്ങനെ പറയുമ്പോ എടുത്തു പറയുന്നില്ലേ, കേൾവി അനുസരിച്ചാ വിധിക്കാൻ എനിക്കറിയാൻ കിട്ടുന്നില്ല. പക്ഷെ എനിക്ക് അങ്ങനെയല്ലേ വിധിക്കാൻ പറ്റൂ, കാരണം ഞാൻ കോടതിയിലെ ജഡ്ജിയല്ലേ. പിൽക്കാലത്ത് ആളുകൾ വരുമ്പോ അവർക്ക് മുഅ്ജിസത്തോണ്ട് വിധിക്കാൻ കഴിയില്ലല്ലോ, കറാമത്തോണ്ട് വിധിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ എനിക്ക് കഴിയിച്ചെങ്കിലും ഇപ്പൊ അങ്ങനെ വിധിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിൽ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എത്ര മോശമായിട്ടാണ് ദുർവ്യാഖ്യാനിച്ചത്. എന്നാൽ മുസ്ലിയാരൊരു കാര്യം മനസ്സിലാക്കണം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ് ബുഖാരിയിൽ തന്നെ നിങ്ങൾ കണ്ട സ്ഥലത്ത് മാത്രമല്ല ഉള്ളത്, ഒരുപാട് സ്ഥലത്ത് ആ സംഭവം പറയുന്നുണ്ട്. ഒരു സ്ഥലത്ത് നമുക്ക് കാണാം, നിങ്ങൾ വായിച്ചതിൽ അതില്ല, എന്നാ മറ്റൊരിടത്തതുണ്ട്. ഇങ്ങനെ വാചാലമായി തർക്കിക്കുമ്പോ പലപ്പോഴും നിങ്ങളുടെ സംസാരം കേട്ടിട്ട് ഞാൻ വിചാരിക്കും അയാള് പറയുന്നത് സത്യമാണെന്ന്. എനിക്ക് അറിഞ്ഞിട്ടും ഞാൻ മിണ്ടാതിരിക്കുന്നില്ല. ഇവരിങ്ങനെ തർക്കിച്ച് പറയുന്നത് കേൾക്കുമ്പോ ഞാൻ വിചാരിക്കും പറഞ്ഞതാണല്ലോ കാര്യം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിധിക്കാറുണ്ട്. അതല്ലാതെ എനിക്കറിയാഞ്ഞിട്ടല്ല, എനിക്കിപ്പോ മുഴുസത്തോണ്ട് വിരിച്ചുകൂടല്ലോ എന്ന നിലക്കല്ല. അറിയില്ല കേട്ടോ, അറിയില്ല. ആ ഹദീസ് വിശദീകരിച്ചപ്പോഴുള്ളവൻ പറഞ്ഞിരുന്നു എനിക്കതിനല്ലേ കഴിയോ, എനിക്കതിനല്ലേ കഴിയോ. അതിന്മേലാണ് പേരോട് പിടികൂടിയിട്ട് പറഞ്ഞിരുന്നത് അത് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറഞ്ഞതാണ്. ബുഖാരിയിൽ അങ്ങനെ ഒരു വാചകം ഇല്ല. പ്രിയപ്പെട്ടവരെ, തുടക്കത്തിൽ തന്നെ കേൾപ്പിച്ചതെന്താണ്? ഇന്നമാന ബശറുന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇന്നമാന ബശറുൻ, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്. എന്തിനാ നബി തങ്ങളത് പറഞ്ഞത്? പേരോട് പറഞ്ഞത് എന്താണ്? ഞാൻ മനുഷ്യനാണ്, ഞാൻ മലക്കല്ല, ഞാൻ ജിന്നല്ല, ഞാൻ മനുഷ്യന്മാരെ കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിയാണ്, അതുകൊണ്ട് ഞാൻ മലക്കല്ല ജിന്നല്ലെന്ന് പഠിപ്പിക്കാനാണ്. എന്നാൽ അങ്ങനെയാണോ? പഠിക്കാൻ സമയം കിട്ടാതെ വെറും പിരിവിനിറങ്ങിയാൽ ദീന് പഠിക്കാനാവില്ല കേട്ടോ. തൽക്കാലത്തേക്ക് റിസീവർ പണി ഒന്ന് അവസാനിപ്പിച്ചിട്ട് ഒന്ന് കിതാബോദാൻ വിവരമുള്ള ആലിമീങ്ങളുടെ സമീപത്തേക്ക് പോകൂ.
വിശദീകരണത്തിൽ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ മലക്കല്ല ജിന്നല്ല എന്ന് പറയാനാണോ ഇന്നമാന ബശറെന്ന് തുടക്കത്തിലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? അല്ല, ഇന്നമാന ബശറെന്ന് പറഞ്ഞത് എന്തിനാണ്? لأنه أتى به ردا على من زعم أن من كان رسولا فإنه يعلم كل غيب حتى لا يخفى عليه المظلوم. ഫത്ഹുൽ ബാരിയിൽ നിന്നാണ് വായിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനൊരു മനുഷ്യൻ മാത്രമാണെന്ന് അവിടെ പറഞ്ഞത് എന്തിനാണ്? അത് ചിലർക്ക് മറുപടിയായി പറഞ്ഞതാണ്. അതാ പിൽക്കാലത്ത് ഈ സഖാഫിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞാലോ അങ്ങനെയുള്ള വ്യാജവാദികൾ ഉണ്ടാകുമല്ലോ, അങ്ങനെയുള്ള വ്യാജന്മാര് രംഗത്ത് വന്നാലോ അത്തരത്തിൽ വാദിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഈ ഹദീസ്, മറുപടിയാണ് ഇവിടെ ബശറുൻ ഞാൻ മനുഷ്യൻ മാത്രമാണെന്ന പ്രയോഗമെന്ന്. എന്താണ് അവരുടെ വാദം? ഏത് വാദക്കാർക്കാണ് മറുപടി? അന്നമൻ കാന റസൂലാ, അതോ ആരെങ്കിലും റസൂലായി കഴിഞ്ഞാൽ പിന്നെ ഫഇന്നഹു ആ റസൂല് തീർച്ചയായും യഅലമു കുല്ല ഗൈബിൻ, യഅലമു കുല്ല ഗൈബിൻ എല്ലാ മറഞ്ഞ കാര്യങ്ങളും അറിയും. ഹത്താ എത്രത്തോളം ലാ യഖ്ഫാ അലൈഹിൽ മദ്ലൂം, ആരാണ് ആക്രമിക്കപ്പെട്ടവനെന്ന കാര്യം പോലും അവർക്ക് അവ്യക്തമാവുകയില്ല, എല്ലാം വ്യക്തമാവും, എല്ലാം അറിയും റസൂലാണെങ്കിൽ എന്ന് വാദിക്കുന്ന കക്ഷികൾക്ക് മറുപടിയാണ് ഇന്നമാന ബശറുൻ എന്ന് പറഞ്ഞത്. ചിന്തിക്കൂ, പേരോട് പറഞ്ഞിടത്താണോ പണ്ഡിതന്മാരുടെ വ്യാഖ്യാന പിൻബലമുള്ളത്? ഈ ഉള്ളവൻ പറഞ്ഞിടത്താണോ പണ്ഡിത ലോകത്തിന്റെ വ്യാഖ്യാന പിൻബലമുള്ളത്? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഓതിപ്പടിച്ചിട്ടാരാ പറയുന്നത്, തോന്നിവാസമാരാ പറയുന്നതെന്ന് നിങ്ങൾക്കതിലൂടെ ഗ്രഹിക്കാമല്ലോ. ഇനി രണ്ടാമത്തും നിങ്ങളെ കേൾപ്പിക്കട്ടെ. ഇന്നമഹാന ബശർ എന്ന് പറഞ്ഞത് എന്തിനാ? ഇന്നമാന ബശറുൻ എന്ന് പറഞ്ഞത് എന്തിനാണ്? അതാ അസ്കലാനി തന്നെ വിശദീകരിക്കുന്നു. അതായത് ഞാൻ മലക്കലാണ്, ഞാൻ മലക്കല്ല, ഞാൻ ജിന്നല്ലാണെന്നും പറയാനല്ല, ഞാൻ മനുഷ്യൻ മാത്രമാണ് കേട്ടോ. അതായത് പഠിച്ചു വെച്ചോ, പേരോടെ കുറിച്ചു വെച്ചോ, മറുപടി ഉണ്ടെങ്കിൽ പറയണേ. വാചകം ശരിക്ക് ശ്രദ്ധിച്ചോ. അതായത് കവാഹിദിൻ മിനൽ ബശരി, കവാഹിദിൻ മിനൽ ബശരി, മനുഷ്യരിൽ നിന്നുള്ള മറ്റു ആളുകളെ പോലെ തന്നെയാണ് ഞാനും. ഏത് വിഷയത്തിൽ? ഫീ അദമിൽ ഗൈബ്, മറഞ്ഞ കാര്യം അറിയില്ല, മറഞ്ഞ കാര്യം അറിയൂല എന്ന കാര്യത്തിൽ ഞാനും മനുഷ്യരിലെ ഒരാളെപ്പോലെ തന്നെയാണ് എന്ന് പഠിപ്പിക്കാനാണ് എന്നാണ് അസ്കലാനി റഹ്മത്തുള്ളാഹിയും പറയുന്നത്. എനിക്കതിനല്ലേ കഴിയൂ എന്നത് തന്നെ ആശയമല്ലേ ഇബ്നു ഹജർ റഹിമഹുള്ളാഹും ഇവിടെ സമർത്ഥിച്ചിട്ടുള്ളത്. ഇനിയും പിടിച്ചോ, മൂന്നാമത്തൊരു ഉദ്ധരണിയും കേൾപ്പിക്കട്ടെ. معناه حصره في البشرية بالنسبة إلى الاطلاع على بواطن الخصوم لا بالنسبة إلى كل شيء فإن للرسول صلى الله عليه وسلم أوصافا أخرى كثيرا. ഇവിടെയും വിശദീകരിക്കുകയാണെന്ന് ആ തർക്കിതരായ കുതർക്കികളായ അല്ലെങ്കിൽ തർക്കിക്കാൻ വരുന്ന ആളുകളുടെ ഉള്ളറിയാൻ കഴിയില്ല, ഉള്ളിലേക്ക് എത്തിനോക്കാൻ കഴിയില്ലെന്ന കാര്യത്തിൽ ഞാനും മനുഷ്യൻ തന്നെയാണ്. മറ്റൊട്ടേറെ വിശേഷണങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനുണ്ടെങ്കിലും ഈ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്ഥിതിയും അങ്ങനെ തന്നെ. അതും പണ്ഡിതന്മാര് വിശദീകരിച്ചല്ലോ. ഇനിയും നിങ്ങൾ കേട്ടോളൂ, ഇനിയും കേൾപ്പിക്കട്ടെ. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇന്നമാ അന ബശറുൻ ഐ ഇന്നി മിനൽ ബശരി വലാ അദ്രി ബാത്തിന മാ തതഹാകമൂന ഫീഹി ഇൻദി വതഖ്തസിമൂന ഫീഹി ഇലയ്യ വഇന്നമാ ഖദി ബൈനകും അലാ ളാഹിരി മാ തഖൂലൂൻ. ഞാനും മനുഷ്യൻ തന്നെയാണെന്ന് പറഞ്ഞത് എന്തിനാണ്? വലാ അദ്രി, എനിക്കറിഞ്ഞൂട കേട്ടോ. ബാത്തിന മാ തതഹാകമൂന ഫീഹി ഇൻദി വതഖ്തസിമൂന ഫീഹി ഇലയ്യ, നിങ്ങൾ എന്റെ മുമ്പിൽ വെച്ച് തർക്കം നടത്തുമ്പോ, ആ നിലക്ക് നിങ്ങളോട് കാര്യങ്ങൾ വിധിക്കുമ്പോ ഉള്ളറിയാൻ എനിക്കും കഴിയില്ല കേട്ടോ. മറിച്ച് ഞാൻ നിങ്ങളുടെ വിധിക്കുന്നത് അലാ ളാഹിരി മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നതിന്റെ ആ ബാഹ്യമായ കേൾവി അതനുസരിച്ച്
അതനുസരിച്ചല്ലേ എനിക്ക് വിധിക്കാൻ കഴിയൂ, ഉള്ളറിയാൻ എനിക്ക് കഴിയില്ലല്ലോ. ആ അർത്ഥത്തിലല്ലേ അവിടെയും പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഇങ്ങനെ എത്രയെത്ര വിശദീകരണങ്ങളുണ്ട്. ഈ വിശദീകരണങ്ങളൊന്നും കണ്ടില്ലെന്ന മട്ടിലതാ സലഫി അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറഞ്ഞതാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലതാ മുമ്പിൽ വന്ന് നിൽക്കുന്ന മനുഷ്യന്മാരുടെ കൽബകം കാണാഞ്ഞിട്ടല്ല, കണ്ടാലും നബിതങ്ങൾ അതപ്പ പറയൂല. എന്നാലും നബിതങ്ങൾ ആ സമയത്ത് അറിഞ്ഞാലും ചിലപ്പോ അവരുടെ വാചാലത കേട്ടിട്ട് അറിഞ്ഞാലും ആ സത്യത്തിന് കൂട്ടുനിൽക്കുമെന്നല്ലേ, അന്യായത്തിന് കൂട്ടുനിൽക്കുമെന്നല്ലേ നബിതങ്ങളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത്. അത് ഇസ്ലാമികമല്ല. മാത്രമല്ല പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ എനിക്കതിനല്ലേ കഴിയൂ, ആ അർത്ഥം വരുന്നൊരു വാചകം നിങ്ങൾക്ക് ബുഖാരിയിൽ കാണിക്കാമോ എന്തൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടില്ലേ? ഞാൻ ആ ഹദീസ് വായിച്ച് അർത്ഥം പറഞ്ഞപ്പോ അതിലുള്ള ഒരു ആശയം ഇടക്ക് പറഞ്ഞതാണ്. ആ ആശയം എന്റെ വകയായിട്ട് കൂട്ടിച്ചേർത്തതല്ല, ഇമാമിങ്ങൾ അവരുടെ കിതാബിൽ പറഞ്ഞതാണ്. അതിപ്പോ നിങ്ങളെ കേൾപ്പിച്ചതുമാണ്. എന്നാൽ ഈ വീരവാദം പറയുന്ന പേരോടിന്റെ പ്രസംഗത്തിൽ മൂപ്പരെന്തെല്ലാം കൂട്ടിച്ചേർത്തു. ആ കൂട്ടിച്ചേർത്തതിനൊക്കെ ഹദീസിൽ നിങ്ങൾ പദം കാണിച്ചു തരണം. നിങ്ങൾ കുറെ കൂട്ടിയല്ലോ. ഞാനൊരാശയം പറഞ്ഞു, അതിന് ഞാൻ തെളിവും പറഞ്ഞു. നിങ്ങൾ ചില ആശയങ്ങൾ കൂട്ടി പറഞ്ഞിട്ടില്ലേ, ആ പദം നിങ്ങൾ ബുഖാരിയിൽ കാണിച്ചു തരണം. അല്ലെങ്കിൽ അങ്ങനെ പണ്ഡിതന്മാർ ആ നിലക്ക് വിശദീകരിച്ച് നിങ്ങൾ കാണിച്ചു തരണം. കേട്ടോളൂ മൂപ്പരെന്താ പറഞ്ഞതെന്ന്. എന്നിട്ട് ഞാൻ പറയാം, ഒന്നുകൂടി ഓർമ്മക്ക് കേട്ടോളൂ ആ ഭാഗം. ഞാൻ സാക്ഷി വിസ്താരം കേട്ടിട്ട് ആ വിസ്താരത്തിൽ വാദിയുടെയും പ്രതിയുടെയും വാചകങ്ങൾ കേട്ട് സാക്ഷിയുടെ വിസ്താരം കേട്ട് കേൾവി അനുസരിച്ചാണ് ഞാൻ വിധി പറയുക. മൊയ്ജിയത്ത് മുഖേനയല്ല വിധി പറയുക, കറാമത്ത് മുഖേനയല്ല വിധി പറയുക. മൊയ്ജിയത്ത് മുഖേനയല്ല വിധി പറയുക, കറാമത്ത് മുഖേനയല്ല വിധി പറയുക. മൊയ്ജിയത്ത് മുഖേനയല്ല വിധി പറയുക, കറാമത്ത് മുഖേനയല്ല വിധി പറയുക. മൊയ്ജിയത്ത് മുഖേനയാണ് മനസ്സിന്റെ ഉള്ളിലെ കാഴ്ച, അതനുസരിച്ചല്ല ഞാൻ വിധി പറയുക. കണ്ടോ, അതൊക്കെ ഇപ്പൊ എവിടെയുണ്ട്? ചിലർ അടുത്ത പ്രസംഗത്തിൽ കാണിച്ചേരണം. ഇവിടെ നിങ്ങളിപ്പോ ആ പറഞ്ഞതൊക്കെ ബുഖാരിയിൽ കാണിക്കണം. നിങ്ങൾ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടല്ലോ ഹദീസ്. ആ ഹദീസ് വായിച്ചുകൊണ്ട് മുസ്ലിയാര് പറയണം, മുഴ്സത്ത് മുഖേനയല്ല വിധിക്കുക, കറാമത്ത് മുഖേനയല്ല വിധിക്കുക. ഓ ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, അറബി വായിക്കാൻ അറിയുന്നവരും അല്ലാത്തവരുമൊക്കെ ഉണ്ടാവില്ലേ? ഈ മുഴ്സത്ത് കറാമത്ത് എന്ന പദം എന്തായാലും അറബിയല്ലേ? അതാ ഹദീസിൽ അയാൾ വായിച്ചെടുത്ത് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കള്ളം പറഞ്ഞതല്ലേ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ നിങ്ങളും ആ നിലയ്ക്ക് കളവ് പ്രചരിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? അല്ലാഹുവിന്റെ റസൂല് എല്ലാം അറിയുന്നുണ്ട് കേട്ടോ. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ ഈ സമൂഹത്തിലെ ഞങ്ങളെ പഠിപ്പിച്ചത്, ലോക മുസ്ലിമീങ്ങളെ പഠിപ്പിച്ചത് എന്താണ്? ആരെങ്കിലും വാദിച്ചാൽ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂല് യഅലമു മാ ഫീ ഗദിൻ, നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നയാളാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ കളവാണ് പറഞ്ഞത് കേട്ടോ. ആ അർത്ഥത്തിലുള്ള വാചകങ്ങൾ മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പറഞ്ഞിട്ടില്ലേ? എന്നിട്ടല്ലേ നിങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ കള്ളം പറയുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിലും നിങ്ങൾ കള്ളം പറയുകയല്ലേ? അതുകൊണ്ട് ഈ കളവ് പറഞ്ഞുകൊണ്ട് വാദം സമർത്ഥിക്കുന്ന പരിപാടി അത് നിങ്ങൾ അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് വിനയത്തോടെ ഉണർത്തുന്നു, പരലോകബോധമുണ്ടെങ്കിൽ. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ സംസാരിച്ച മറ്റൊരു വിഷയം എന്താണ്? വളരെ വിശദമായി സംസാരിക്കേണ്ടി വന്നൊരു വിഷയമുണ്ട്. അതെന്തെന്നല്ലേ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ വേണ്ടി വന്ന അറേബ്യൻ നാട്ടിലുണ്ടായിരുന്ന ജനങ്ങൾ, അവര് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിച്ചവരല്ല, ഖാലിഖ് അല്ലാഹയാണെന്നറിഞ്ഞവരാണ്. അതുപോലെ അല്ലാഹനെ അവർ പല കാര്യത്തിലും അറിഞ്ഞവരാണ്. കടലിൽ വെച്ച് അല്ലാഹനോട് തേടിയവരുമാണ്. അതുപോലെ
അതുപോലെ തന്നെ ഒട്ടേറെ സംഗതികൾ അവരെ സംബന്ധിച്ച് പറഞ്ഞ കൂട്ടത്തിൽ അബൂജഹലിനും അള്ളാഹുവില്ലവന് ആ നിലക്കുള്ള വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ അവരുടെ പ്രവൃത്തികളിൽ അല്ലാഹുവല്ലാത്തവർക്ക് ആരാധന ചെയ്തത് കൊണ്ട് അവരിൽ നിന്നത് ഫലപ്പെടാതെ പോയി എന്ന നിലക്ക് അബൂജഹലടക്കമുള്ള അറേബ്യൻ മുശ്രിക്കുകൾ അള്ളാനെ അവരങ്ങനെ ആ നിലക്കൊക്കെ അംഗീകരിച്ചിട്ടും ആ നിലക്കൊക്കെ ഏതൊക്കെ രൂപത്തിൽ അവർ അംഗീകരിച്ചുവോ അതൊക്കെയും ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല. ധാരാളമായി ആളുകൾ അതൊക്കെ പഠിച്ചതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ പേരോട് മുസ്ലിയാർക്ക് മറുപടിയില്ലാതായപ്പോ അയാൾ വിഷയം അട്ടിമറിച്ചിട്ട് നാദാപുരത്തിന്റെ മണ്ണിൽ വന്നിട്ട് അതാ ഇവിടെ നിന്ന് സ്വന്തം വീട്ടിൽ നിന്ന് അധികമൊന്നും ദൂരമില്ലല്ലോ, 1 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഇവിടെ വന്നിട്ട് കള്ളം പറയുന്നു. എന്താ പറഞ്ഞതെന്താണ്? ഇവിടെ മൗലവി ഇവിടെ സമർത്ഥിച്ചത് അബൂജഹൽ മോമിനാണ് എന്നാണ്. അന്ന് നമ്മൾ വളരെ മറുപടി കൊടുത്തു. പേരോടിന് ഒരിക്കലും പിന്നീട് ആ മറുപടിക്ക് ഖണ്ഡനം പറയാൻ സാധിച്ചിട്ടില്ല. അത് കാരണത്താൽ മൂപ്പര് കഴിഞ്ഞ പ്രസംഗത്തിൽ ഒരിക്കൽ പറഞ്ഞു അബൂജഹൽ വിശ്വാസിയാണെന്ന്. സലഫി നാദാപുരത്ത് വന്നത് അബൂജഹൽ വിശ്വാസിയാണ് എന്ന് പറയാനാണ്. മൂപ്പരെന്നെ പറയുന്നത് എന്ത്? സലഫീത പറയുന്നു മുഅ്മിനല്ലാവൻ കാഫിറാണ്, മുശ്രിക്കാണ്. രണ്ടും കൂടെ മൂപ്പരെ തൊള്ള കൊണ്ട് തന്നെയാണ് പറയുന്നത്. രണ്ടും കൂടെ ഞാനെന്താ പറഞ്ഞത്, മൂപ്പരെന്താ എന്റെ പേരിൽ ആരോപിച്ചത്, അത് മനസ്സിലാക്കാൻ ആ രണ്ടും കൂടെ ഉള്ള ക്ലിപ്പ് ഒന്ന് നിങ്ങൾ കേൾപ്പിക്കും. രണ്ടും കൂടെ ഉള്ളത് മുഅ്മിനല്ലാവൻ മുശ്രിക്കാണ്, കാഫിറാണ്, മുശ്രിക്കാണ്, കാഫിറാണ്, മുശ്രിക്കാണ്, കാഫിറാണ്. അബൂജഹൽ വിശ്വാസിയാണ്. മുഅ്മിനല്ലാവൻ മുശ്രിക്കാണ്, കാഫിറാണ്, മുശ്രിക്കാണ്, കാഫിറാണ്, മുശ്രിക്കാണ്, കാഫിറാണ്. ഇതാണ് പേരോട്. മനസ്സിലായില്ലേ? മൂപ്പരിവിടെ നാദാപുരത്ത് ഈ ഖണ്ഡന പ്രസംഗത്തിലൊക്കെ സ്ഥാപിച്ചു കൊണ്ടുവന്നത് എന്താണെന്നറിയോ? മൗലവി അബൂജഹലിനെ സത്യവിശ്വാസിയാക്കി മുഅ്മിനാക്കി എന്ന് പറയാനാ. അത് പറയാൻ കൊണ്ടുവന്നപ്പോ ആദ്യം തന്നെ നാവും ഒരു പിടുത്തം. എന്താ ഒരു കൊന്നി നാക്കിന് അബൂജഹൽ വിശ്വസിയാണ്. എന്തെത്തിയാ പറയത്തി? ഞാൻ അബൂജഹലിനെ മോമിനാക്കിയിട്ടുണ്ട് എന്നല്ലേ നിങ്ങളെ വാദ്യം? അപ്പൊ നിങ്ങൾക്ക് സത്യവിശ്വാസി എന്നാണ് പറഞ്ഞൂടായിരുന്നോ? നിങ്ങൾ എന്തിനാ സായിൽ നിർത്തിയത്? കള്ളത്തരം പറഞ്ഞ അങ്ങനെ ഉണ്ടാവും കേട്ടോ. കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോ ഞാനന്ന് ചോദിച്ചു, എന്തേ സായിൽ അവസാനിപ്പിച്ചത്? സാ കഴിഞ്ഞിട്ട് എന്തേ ഒരു വിഴുങ്ങൽ? സത്യവിശ്വാസിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പേരോടെ എന്തിന് നിങ്ങൾ മടിക്കണം? അതങ്ങ് പറഞ്ഞൂടെ എന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ടും ഒരക്ഷരം ഉരിയാടാതെ ഇപ്പോഴും വന്നിട്ട് പറയുന്നത് എന്താണ്? മൗലവി അബൂജഹലിന്റെ മദ്ഹ് പറയാൻ വന്നതാണ്. നാദാപുരത്തേക്ക് ഞാൻ വരുന്നത് എന്തിനാണ്? അബൂജഹലിന്റെ മദ്ഹ് പറയാൻ. കള്ളം പറയുന്നതിൽ ലവലേശം മടിയില്ലെങ്കിൽ ഇനിയും തുടർന്നോളൂ, വിരോധമില്ല. പക്ഷേ അന്നും ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞാൽ അത് മദ്ഹാണോ? നിങ്ങളുടെ വീക്ഷണത്തിൽ അത് അബൂജഹലിന്റെ മദ്ഹാണോ? അബൂജഹൽ കാഫിർ തന്നെയാണ്, മുശ്രിക്ക് തന്നെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് മദ്ഹാണോ? നിങ്ങളുടെ വീക്ഷണത്തിൽ കാഫിർ എന്ന് വിളിക്കലാണോ മദ്ഹ് പറയൽ? മുശ്രിക്കെന്ന് വിളിക്കലാണോ മദ്ഹ് പറയൽ? ലഅനത്തുള്ള ചൊല്ലലാണോ മദ്ഹ് പറയലെന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ട് എന്നാ ഞാൻ അബൂജഹലിന്റെ മദ്ഹായിട്ട് പറഞ്ഞതെന്ന് കേൾപ്പിച്ചു കൊടുത്തേ. ഞാൻ അബൂജഹലിന്റെ മദ്ഹ് എന്തൊക്കെ പറഞ്ഞു എന്ന് കേൾപ്പിച്ചേ. ഞാൻ തന്നെ പറയാം. അബൂജഹൽ മുഅ്മിൻ എന്ന് പറയുന്ന പട്ടികയിലേക്ക് ഒരിക്കലും കടന്നു വന്നിട്ടില്ല, ഫിർഔനും കടന്നു വന്നിട്ടില്ല. അവരൊക്കെ കടുത്ത മുശ്രിക്കുകളും കാഫിറുകളുമായി തന്നെയാണ് ജീവിച്ചത്. അങ്ങനെ തന്നെ ലഅനത്തിന് വിധേയമായ നിലക്ക്, ലഅനത്തുല്ലാഹി അലൈഹിം എന്ന് പറയാവുന്ന നിലക്ക്, ശാപകോപത്തിന് വിധേയരായ നിലക്ക് തന്നെയാണ് അവരൊക്കെ ഈ ലോകത്ത് നിന്ന് അവരുടെ ജീവൻ പോയത്. കണ്ടോ? ഇതാപ്പോ മദ്ഹ്, അബൂജഹലിന്റെ മദ്ഹ് കേട്ടത്. ശാപകോപത്തിന് വിധേയനായി ലഅനത്തുല്ലാഹി അലൈഹി, ശാപത്തിന് വിധേയനായിട്ടാണ് അബൂജഹൽ ഈ ലോകത്തിന് ജീവൻ പോയത് എന്ന് പറയാ എന്റെ പ്രസംഗത്തിൽ.
എന്നിട്ട് മൂപ്പർ ഇവിടെ വന്നിട്ട് പറയാം മൗലവി ഇവിടെ വന്നത് അബൂജഹലിന്റെ മദ്ഹ് പറയാനാണ്. അപ്പൊ പേരോടിന്റെ കണക്കിൽ മദ്ഹ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളെ കാഫിർ എന്ന് വിളിക്കുക, മുശ്രിക്ക് എന്ന് പറയാ, അയാൾ മരിച്ചു പോയപ്പോ അള്ളാന്റെ ലയനത്ത് കിട്ടിയിട്ട് അവിടുന്ന് ജീവൻ പോയത് എന്ന് പറയാ. ഇതൊക്കെയാണ് മദ്ഹല്ലേ? നിങ്ങളൊക്കെ ഉസ്താദുമാരെങ്ങനെ മദ്ഹ് പറയല്? അതെ ആണോ? അപ്പൊ നിങ്ങളെ മദ്ഹൊക്കെ എങ്ങനെ ആയിരിക്കും? ഞാൻ പറഞ്ഞ മദ്ഹ് ഇത് അബൂജഹലിന്റെ മദ്ഹ് ആണെങ്കിൽ അത് നിങ്ങളൊക്കെ ഇങ്ങനെയായിരിക്കും. അപ്പൊ മഹാന്മാരെ മദ്ഹ് പറയാറല്ലേ? ഒരക്ഷരം അതിനെപ്പറ്റി പറയാതെ തിരിച്ച് എന്നോടെന്ന പോലെ ഒരു ചോദ്യമല്ലേ ചോദിച്ചത് ലോകത്തുള്ള ഇമാമിങ്ങളോടാണ്. ഇമാമിങ്ങളോടാണ് ചോദിച്ചത്, അള്ളാഹിനോടാണ് ചോദിക്കുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടാണ് ചോദിക്കുന്നത്, സ്വഹാബത്തിനെയാണ് ചോദ്യം ചെയ്യുന്നത്, മുഫസ്സിരീങ്ങളെയാണ് ചോദ്യം ചെയ്യുന്നത്, ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാരെയാണ് ചോദ്യം ചെയ്യുന്നത്. അതെന്താ? ഞാനിവിടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും പറഞ്ഞു, അബൂജഹലിനും അവൻ അള്ളാനെ അംഗീകരിച്ചവനാണ്, അള്ളാനെ അറിഞ്ഞവനാണ്. പക്ഷേ പരലോകത്ത് രക്ഷപ്പെടാവുന്ന നിലക്കുള്ള ആ നിലക്കുള്ള ഒരു ഈമാനിലെത്തുന്ന നിലക്ക് അബൂജഹലിന് വിശ്വാസമുണ്ടായിട്ടില്ല എന്ന് കൃത്യമായി തന്നെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ആ വസ്തുതക്കെതിരെ പ്രസംഗിച്ചപ്പോ സുദീർഘമായി പറയേണ്ടി വന്നു. എന്തിനാത് പറഞ്ഞത്? ഇവർക്കുണ്ടൊരു വിശ്വാസമെന്ത്? അള്ളാഹിനോട് ചോദിക്കുന്നത് പോലെ സൃഷ്ടികളോടും ചോദിക്കാമെന്നല്ലേ ഇവര് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവർക്കുള്ള വാദം എന്താണ്? അള്ളാഹ്ക്ക് എല്ലാത്തിനും കഴിവുണ്ട്, അള്ളാഹ്ക്ക് സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കണം. അടിമകൾക്കോ അള്ള കൊടുക്കുന്ന കഴിവേയുള്ളൂ. ആ ധാരണയോടെ വിളിച്ചാൽ ശിർക്കില്ലെന്നിവിടെ സ്ഥാപിച്ചപ്പോഴാണ് അടിസ്ഥാനപരമായ വിഷയം എന്ന നിലക്ക് പറഞ്ഞത്. എങ്കിൽ മുസ്ലിയാരേ, അറേബ്യൻ ജനതയും അള്ളാനെ ഒരു നിലക്ക് അംഗീകരിച്ചവര് തന്നെയല്ലേ? അവരും അള്ളാഹ്ക്ക് വേണ്ടി അറുക്കുന്നടറവ് നടത്തിയിട്ടില്ലേ? അവരും പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്തിട്ടില്ലേ എന്നൊക്കെ ചോദിക്കേണ്ടി വന്നപ്പോ ആ ഓരോ കാര്യങ്ങൾ ഹദീസ് ഉദ്ധരിച്ചിട്ടാ ഞാൻ പറഞ്ഞത്, ഖുർആൻ ഓതിയിട്ടാ പറഞ്ഞത്, അതുപോലെ തന്നെ കിതാബുകളിൽ നിന്നാ വായിച്ചത്. ഓരോന്നോരോന്ന് ചോദിച്ചപ്പോ അതൊക്കെ ഇട്ടിട്ട് മൂപ്പര് ചോദിക്കേണ്ടത്, മൗലവി നിങ്ങൾ പറഞ്ഞില്ലേ, മൗലവി നിങ്ങൾ പറഞ്ഞില്ലേ എന്ത്? അതാ മക്കയിലെ മുശ്രിക്കുകൾക്കും അള്ളാഹുവിനെ അറിയാമായിരുന്നു. അതാണ് കേൾപ്പിച്ചിട്ട് ചോദിക്കാണ്, ഇത് മദ്ഹാണോ ആക്ഷേപമാണോ? അങ്ങനെ ഓരോന്നിട്ടിട്ട് മൂപ്പരിനോട് ചോദിക്കാണ്. ഈമാൻ ഉണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞില്ലേ, അതവരുടെ ഈമാനായിരുന്നു. അതവരുടെ ഈമാനായിരുന്നു. അള്ളാഹുവിനെ കുറിച്ച് അവർ വിശ്വസിച്ചിരുന്നു എന്നത് അത് അവരുടെ ഈമാനായിരുന്നു. അത് മദ്ഹോ ദമ്മോ? പറമൂലവി, ഈമാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് മദ്ഹാണോ ആക്ഷേപമാണോ? പറയണം നിങ്ങൾ. അത് ആക്ഷേപമാണോ മദ്ഹാണോ? പറയണം നിങ്ങൾ. നമ്പർ 2, അതവരുടെ ഈമാനായിരുന്നു. അല്ലാഹുവിനെ കുറിച്ച് അവർ വിശ്വസിച്ചിരുന്നു എന്നത് അത് അവരുടെ ഈമാനായിരുന്നു. അതേ നിലപാടുള്ളതോടൊപ്പം തന്നെ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്തു. മുശ്രിക്കീങ്ങൾക്ക്, മക്കാ മുശ്രികൾക്ക് കാപ്പറ്റ്യമില്ല നിങ്ങൾ പറഞ്ഞതാണ്. മക്കയിലെ മുശ്രിക്ക് ഉത്തരം മുട്ടിയപ്പോ പറഞ്ഞതല്ല, കാപ്പറ്റ്യം പറഞ്ഞതല്ല, പേരോട് കാപ്പറ്റ്യം കാണിക്കുമ്പോൾ. അത് മദ്ഹാണോ ആക്ഷേപമാണോ? പറയണം നിങ്ങൾ. നമ്പർ 3, അതേ നിലപാടുള്ളതോടൊപ്പം തന്നെ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്തു. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളും അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്. അത് ആക്ഷേപമാണോ മദ്ഹാണോ? പറയണം നിങ്ങൾ. നമ്പർ 3, അതേ നിലപാടുള്ളതോടൊപ്പം തന്നെ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്തു. അവര് അല്ലാഹു എന്ന് അവരംഗീകരിച്ചതാരാണോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അത് മദ്ഹാണോ ആക്ഷേപമാണോ? പറയണം നിങ്ങൾ. നമ്പർ 2, അതേ നിലപാടുള്ളതോടൊപ്പം തന്നെ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്തു. അല്ലാഹുവിന് വേണ്ടി അവർ നോമ്പനുഷ്ഠിച്ചിരുന്നു. അത് മദ്ഹോ ദമ്മോ? പറമൂലവി,
പറയണം നിങ്ങൾ. നമ്പർ 2, അതേ നിലപാടുള്ളതോടൊപ്പം തന്നെ അവർ അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്തു. അള്ളാഹുവിന് വേണ്ടി അവർ നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചിരുന്നു. അത് ആക്ഷേപമാണോ മദ്ഹാണോ? പറയണം നിങ്ങൾ. നമ്പർ 3, അതേ നിലപാടുള്ളതോടൊപ്പം തന്നെ അവർ അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്തു. അള്ളാഹുവിന് വേണ്ടി അവർ പള്ളിയിൽ ഇഅ്തികാഫിരുന്നിരുന്നു. അത് ആക്ഷേപമാണോ മദ്ഹാണോ? പറയണം നിങ്ങൾ. നമ്പർ 2, അതേ നിലപാടുള്ളതോടൊപ്പം തന്നെ അവർ അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്തു. അള്ളാഹ്ക്ക് വേണ്ടി തന്നെ അവർ തൽബിയത്ത് ചൊല്ലിയിരുന്നു. അത് മദ്ഹോ ദമ്മോ? പറമൂലവി പറയണം നിങ്ങൾ. നമ്പർ 2, അതേ നിലപാടുള്ളതോടൊപ്പം തന്നെ അവർ അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്തു. അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ തവാഫ് നടത്തിയിരുന്നു. അത് ആക്ഷേപമാണോ മദ്ഹാണോ? പറയണം നിങ്ങൾ. നമ്പർ 3, അതേ നിലപാടുള്ളതോടൊപ്പം തന്നെ അവർ അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്തു. അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ ധർമ്മം ചെയ്തിരുന്നു. അത് ആക്ഷേപമാണോ മദ്ഹാണോ? പറയണം നിങ്ങൾ. നമ്പർ 3, അതേ നിലപാടുള്ളതോടൊപ്പം തന്നെ അവർ അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്തു. അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ നാക്കാലികളെ അറവ് നടത്തുകയും ചെയ്തിരുന്നു. ഇത് മദ്ഹാണോ ആക്ഷേപമാണോ? പറയണം നിങ്ങൾ. നമ്പർ 3, അതേ നിലപാടുള്ളതോടൊപ്പം തന്നെ അവർ അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്തു. മക്കയിലെ മുശ്രിക്ക് അള്ളാനെ തള്ളിയവരല്ല. അത് മദ്ഹോ ദമ്മോ? പറമൂലവി പറയണം നിങ്ങൾ. നമ്പർ 3, അതേ നിലപാടുള്ളതോടൊപ്പം തന്നെ അവർ അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്തു. അള്ളാഹുവെ റബ്ബായിട്ട് അംഗീകരിക്കുന്നവർ തന്നെയാണ്. ആക്ഷേപമാണോ? പറയണം നിങ്ങൾ. നമ്പർ 3, അതേ നിലപാടുള്ളതോടൊപ്പം തന്നെ അവർ അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്തു. എല്ലാ കഴിവും അല്ലാഹുവിനുള്ളത് തന്നെയാണ്. അവരുടെ തൽബിയത്ത് പോലും അതിന് തെളിവാണ്. അത് ആക്ഷേപമാണോ? പറയണം നിങ്ങൾ. നമ്പർ 3, അതേ നിലപാടുള്ളതോടൊപ്പം തന്നെ അവർ അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്തു. അവർ അല്ലാഹുവിന്റെ റുബൂബിയത്തെ അംഗീകരിച്ചവരാണ്. അത് മദ്ഹാണോ ആക്ഷേപമാണോ? പറയണം നിങ്ങൾ. നമ്പർ 3, അതേ നിലപാടുള്ളതോടൊപ്പം തന്നെ അവർ അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്തു. അല്ലാഹുവാണ് റബ്ബെന്ന് മക്കായിലെ മുശ്രിക്കീങ്ങളും അംഗീകരിച്ചതാണ്. അത് മദ്ഹാണോ ആക്ഷേപമാണോ? പറയണം നിങ്ങൾ. നമ്പർ 3, അതേ നിലപാടുള്ളതോടൊപ്പം തന്നെ അവർ അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്തു. എന്ത് ഇത് മദ്ഹാണോ ആക്ഷേപമാണോ? എന്നോടല്ല ചോദിക്കേണ്ടത്. ഞാനിവിടെ അവരെ സംബന്ധിച്ച് എന്തു പറഞ്ഞിട്ടുണ്ടോ അതൊക്കെയും കിതാബിൽ നിന്നാണ് ഉദ്ധരിച്ചത്. അത് ഉദ്ധരിച്ചവരോട് ചോദിക്കൂ. എത്ര ആവർത്തിച്ച് നിങ്ങളോട് ചോദിച്ചു. ഇവിടെ നിങ്ങൾ ഞാൻ അബൂജഹലിന്റെ മദ്ഹ് പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾ സ്ക്രീനിൽ കാണിച്ച സർവ്വതും കിതാബുകളിൽ നിന്ന് വായിച്ചതല്ലേ? ആ ഹദീസുകൾക്ക് നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധ്യമാണോ? ആശൂറ നോമ്പ് നോറ്റിരുന്നു എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞാഞ്ഞപ്പോ നോച്ചിട്ടുണ്ടെങ്കിൽ മുറിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറിയതല്ലാതെ അതുണ്ടോ ഇല്ലേ? കിതാബിലുണ്ടോ ഇല്ലേ? ഹദീസിലുണ്ടോ ഇല്ലേ? പറയാൻ നിങ്ങൾക്ക് സാധിച്ചില്ലല്ലോ. എന്നിട്ട് നിങ്ങൾ ചോദിച്ചു അവരാശൂറ നോമ്പ് നോറ്റിരുന്നു, ഇത് മദ്ഹാണോ ആക്ഷേപമാണോ എന്നൊക്കെയാ നിങ്ങൾ ചോദിക്കുന്നത്. പറയട്ടെ, അവരെ സംബന്ധിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ ആക്ഷേപം തന്നെ. എന്തേ കാരണമെന്നോ അവരെന്ത് ചെയ്തിട്ടെന്താ? ശിർക്കല്ലേ അവര് ചെയ്യുന്നത്. പിന്നെ അതുകൊണ്ടൊക്കെ അങ്ങനെയൊക്കെ അവർ അല്ലാഹനെ അംഗീകരിച്ചിട്ടും കടലിൽ വെച്ച് അല്ലാഹനോട് തേടിയിട്ടും ഒക്കെ എന്താ കാര്യം? കാരണം ശിർക്ക് കലർന്നില്ലേ? ശിർക്കല്ലേ ചെയ്യുന്നത്. പിന്നെ എന്ത് പ്രയോജനമാണെന്ന് അവരുടെ ചെയ്ത പ്രവർത്തനങ്ങൾ എടുത്തിട്ട് പോലും അവരെ ആക്ഷേപിക്കാൻ തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതല്ലാതെ അവരൊക്കെ സാലിഹീങ്ങളാ, സ്വർഗത്തിലാ എന്നൊന്നും പറയാനല്ല കേട്ടോ. ഇനിയും തെറ്റിദ്ധരിപ്പിക്കാനാണ് ഭാവമെങ്കിൽ തുടർന്നോളൂ, വിരോധമില്ല. പക്ഷേ സത്യം ജനങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്.
നിങ്ങൾക്കൊരിക്കലും അത് തെളിയിക്കാൻ സാധ്യമല്ല. ഒരാളെപ്പറ്റി അയാൾ ചെയ്യുന്നൊരു കാര്യം എടുത്തു പറയും ചിലപ്പോ, എന്നിട്ട് അയാൾ ആക്ഷേപിക്കലാ ഉദ്ദേശം. അപ്പൊ അയാളിൽ ചില നല്ല കാര്യങ്ങളും ചിലപ്പോ നമ്മൾ പറയും. അതെന്തിനാ? ആക്ഷേപിക്കാൻ വേണ്ടി. ഉദാഹരണം പറയട്ടെ, പേരോട് മുസ്ലിയാരെ കുറിച്ച് ഇപ്പൊ നമ്മൾ പറയുന്നുവെന്ത്? പേരോട് കുറച്ചൊക്കെ കിതാബ് ഓതിയിട്ടുണ്ട്, പേരോട് മുസ്ലിയാർ കുറച്ചൊക്കെ കിതാബ് ഓതിയിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മൾ പിന്നെ എന്താ സ്ഥാപിക്കുന്നത്? പക്ഷേ എന്ത് കാര്യമാ ഓതിയിട്ട് ഉപകരിച്ചില്ലല്ലോ എന്ന് സ്ഥാപിക്കാൻ പറയുന്നിടത്ത് പേരോട് കിതാബ് ഓതിയിട്ടുണ്ട് കുറച്ചൊക്കെ എന്ന ക്ലിപ്പിട്ടിട്ട് ചോദിക്കേണ്, ഇത് മദ്ഹാണോ, ഇത് ആക്ഷേപമാണോ എന്ന് ചോദിക്കുന്നത് പോലെയുള്ള ചോദ്യമാണ് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? പേരോട് ഖുർആൻ ചിലപ്പോ ഓതാറുണ്ട്, പേരോട് ഖുർആൻ ഓതാറുണ്ട്. അടുത്ത ക്ലിപ്പ് മുറിച്ചിട്ട് നിങ്ങൾ കാണിക്കണം, സലഫി ഇവിടെ വന്നിട്ടിപ്പോ കണ്ണനം 4 റൗണ്ട് അങ്ങ് 8 എത്തിയപ്പോ എന്നെ അത് ചെയ്തു പോയി. വേണമെങ്കിൽ ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് കിടക്കട്ടെ. പക്ഷേ പറയട്ടെ, നിങ്ങളെപ്പറ്റി അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ പറയുന്നത് എന്തിനാണ്? ഖുർആനൊക്കെ പേരോട് ചിലപ്പോ സ്റ്റേജുകളിൽ ഓതാറുണ്ട്. പക്ഷേ ഓതിയിട്ടെന്തർത്ഥം, ഓതിയിട്ടെന്ത് കാര്യം? അർത്ഥം വെക്കുന്നതൊക്കെ നുണയാണല്ലോ എന്ന് സ്ഥാപിക്കേണ്ടിടത്ത് ഞങ്ങൾ നിങ്ങളിടക്ക് ഖുർആൻ ഓതാറുണ്ട് എന്ന് പറയും. തീർന്നില്ല. പേരോട് ചിലപ്പോ ചില ഹദീസൊക്കെ സ്റ്റേജും ഒന്ന് വായിക്കാറൊക്കെയുണ്ട് എന്ന് പറയും. മുറിച്ചോളൂ ക്ലിപ്പ്. പക്ഷേ ഹദീസ് വായിച്ചിട്ട് എന്താ കാര്യം? പറയുന്ന വിശദീകരണമൊക്കെ ഇപ്പൊ മുമ്പേ കേട്ടതുപോലെ കള്ളമല്ലേ. ഇൽമ പഠിച്ചിട്ട് എന്ത് കാര്യമാണ്? സർട്ടിഫിക്കറ്റ് നേടിയിട്ട് സഖാഫി ബിരുദം നേടിയിട്ട് എന്ത് കാര്യമാണ്? നാഫിയായ ഇൽമ കിട്ടാതെ അതപ്പതിച്ചു പോയല്ലോ. നരകത്തിലേക്കല്ലേ കൗമിനെ നയിക്കുന്നത് എന്നൊക്കെ സമർപ്പിക്കേണ്ട സ്ഥാനത്ത് ഞങ്ങൾ പറയും പേരോട് കുറച്ചൊക്കെ കിതാബ് ഓതിയിട്ടുണ്ട്, പേരോടും ഖുർആൻ ഓതാറുണ്ട്, പേരോടും ഹദീസ് വായിക്കാറുണ്ട്, പേരോടും സ്വലാത്ത് ചൊല്ലാറുണ്ട്. പക്ഷേ സലാത്ത് ചൊല്ലിട്ടെന്താ? ആളുകളെ കാണിക്കാനും കാശ് നന്നായി പിരിക്കാനുമൊക്കെയല്ലേ സലാത്തിനെ ഉപയോഗപ്പെടുത്തുന്നത്. കാരണം അതിനൊക്കെ വേണ്ടി സ്വലാത്ത് ചൊല്ലിയാലും റിയായിന് വേണ്ടി സ്വലാത്ത് ചൊല്ലിയാലും കൂലിയുണ്ടെന്നല്ലേ ശൈഖുന പഠിപ്പിച്ചു വിട്ടത്. ഇവരെ കൊണ്ട് ഈ സമൂഹത്തിന് എന്ത് പ്രയോജനമാണ് സമുദായമേ എന്ന് ജനങ്ങളെ പഠിപ്പിക്കേണ്ടിടത്ത് ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് അങ്ങനെ ചില നല്ലതൊക്കെ പറയുമ്പോ അതിങ്ങ് മുറിച്ച് കേൾപ്പിച്ചിട്ട് ഇത് ആക്ഷേപമാണോ, ഇത് മദ്ഹാണോ എന്ന് നിങ്ങൾ ചോദിക്കുന്നത് പോലെയുള്ള 10-16 ചോദ്യങ്ങൾ നിങ്ങൾ കഴിഞ്ഞ പ്രസംഗത്തിൽ ചോദിച്ചിട്ടുണ്ട്. അതേ മറുപടിയാണ് ഈ പറയുന്നത്. തിരിച്ചു മറുപടി ഉണ്ടെങ്കിൽ അതാ മാസം തികയാത്ത ആ പ്രസംഗത്തിലൊന്ന് പറയണേ. മാത്രമല്ല അന്നത്തെ പ്രസംഗത്തിൽ തന്നെ നമ്മൾ നിങ്ങളോട് ചോദിച്ചിരുന്നു, പറഞ്ഞിരുന്നുവെന്ത്? നിങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങളിൽ കുറെ എഴുതിയിട്ടുണ്ടല്ലോ എന്ത്? അബൂജഹലും വിശ്വസിച്ചിരുന്നു, അറേബ്യൻ മുശ്രിക്കുകളും വിശ്വസിച്ചു എന്ന് നിങ്ങൾ തന്നെ എഴുതിയത് കേൾപ്പിച്ചിരുന്നു. എന്നാൽ ശരി, ഇവർ അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ തന്നെ അബൂജഹൽ അടക്കമുള്ള അറേബ്യൻ മുശ്രിക്കുകൾ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് എഴുതിയിട്ടില്ലേ? ഇവർ ചോദിക്കുന്നുണ്ട്, കാണിച്ചു തരാൻ പറ്റുമോ? എവിടെയാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? വിശ്വസിച്ചു എന്ന് എവിടെയാണ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചോദ്യങ്ങളെ കേട്ടാൽ ആരും പറഞ്ഞില്ല. നോക്കൂ നിങ്ങൾ, എന്താ ഇവരുടെ തന്നെ ഒരു മാസിക കേട്ടോളൂ. ഏതാ മാസിക? സുന്നത്ത് മാസിക. സുന്നത്ത് മാസികയിൽ പറയുകയാണ്, ശ്രദ്ധിച്ചോ, മനുഷ്യന് വല്ല ബുദ്ധിമുട്ടും ബാധിച്ചാൽ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും നമ്മോടവൻ സഹായം തേടും. അവന്റെ ബുദ്ധിമുട്ട് നാം അവൻ നീക്കിക്കൊടുത്താൽ മുമ്പ് അവന് ബാധിച്ച ബുദ്ധിമുട്ടിൽ നമ്മോട് പ്രാർത്ഥിച്ചിട്ടില്ലാത്ത പോലെ സത്യനിഷേധത്തിൽ തുടരുകയും ചെയ്യും. യൂനുസ് 12. ഇനി കേട്ടോ, യഥാർത്ഥത്തിൽ അനുഗ്രഹങ്ങളും ആപത്തുകളും നൽകുന്നതും നീക്കുന്നതും അല്ലാഹു മാത്രമാണെന്ന വിശ്വാസത്തോടൊപ്പമാണ് സത്യനിഷേധികൾ അവ നിഷേധിക്കുന്നത്. എന്തേ പറഞ്ഞത്? അനുഗ്രഹങ്ങളും ആപത്തുകളും നൽകുന്നതും നീക്കുന്നതും അല്ലാഹു മാത്രമാണെന്ന വിശ്വാസത്തോടൊപ്പമാണ് സത്യനിഷേധികൾ എന്ത് ചെയ്യുന്നത്? അവ നിഷേധിക്കുന്നത്. ഏത്? അടിയത്തെ ആയത്ത് കേട്ടോ, നമ്മളിവിടെ ഒരു ആയത്ത് തന്നെ തെളിവ് സുന്നത്ത് മാസിക ചോദിക്കുക.